മഹാനരായ അംറു ബിനുൽ ആസ് റളിയല്ലാഹു അൻഹു ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അംറു ബിനുൽ ആസ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഹബീബിനെ അങ്ങേയറ്റം വിശ്വസിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ധാരാളം സുവിശേഷങ്ങൾ പറയുകയും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പല സന്ദർഭങ്ങളിലും കൂടെ കൂട്ടുകയും ചെയ്ത പ്രവാചകനാണ്. ആ അംറു ബിനുൽ ആസ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ തന്റെ വീട്ടിൽ കിടന്ന് ആ വീടിന്റെ ചുമരിനോട് മുഖം അമർത്തി വെച്ച് കരയുന്നത് കണ്ടുകൊണ്ടാണ് മകനാകുന്ന അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു കടന്നു വരുന്നത്. മകനാകുന്ന അബ്ദുല്ല കടന്നു വരുമ്പോൾ വാപ്പയാകുന്ന അംറു ബിനുൽ ആസ് റളിയല്ലാഹു അൻഹു മുഖം അമർത്തി വെച്ച് കരയുന്നത് കണ്ടപ്പോൾ മകൻ ചോദിച്ചു, എന്താണ് ഉപ്പ നിങ്ങൾ ഇങ്ങനെ കരയുന്നത്? പല സമയങ്ങളിലും ഞാൻ എന്റെ ഉപ്പയുടെ വ്യത്യസ്തങ്ങളായ മുഖഭാവങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇങ്ങനെയൊരു കരച്ചിൽ എന്താണ് ഉപ്പങ്ങനെ കരയുന്നത്? ആ സമയം അംറു ബിനുൽ ആസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മോനെ, വാപ്പക്ക് ഇപ്പൊക്കെ സക്കറാത്തിന്റെ ഹാലാണ്, വാപ്പ മരിക്കാനിരിക്കുകയാണ്. ആ സമയം അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു ആകുന്ന മകൻ ചോദിച്ചു, മരിക്കുകയാണെങ്കിൽ വാപ്പേ നിങ്ങൾ എന്തിനാണ് സങ്കടപ്പെടുന്നത്? അമാ ബശറത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കദാ വകദാ, അല്ലാഹുവിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തുമാത്രം സുവിശേഷങ്ങൾ മരണശേഷം അല്ലാതെയുമുള്ള ജീവിതത്തെക്കുറിച്ച് നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ട്, പിന്നെ നിങ്ങൾ എന്തിനാണ് ടെൻഷനാവുന്നത്? ആ സമയം അംറു ബിനുൽ ആസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മോനെ, വാപ്പക്ക് തന്റെ ജീവിതത്തിൽ കഴിഞ്ഞ 3 ഘട്ടമാണ് ഇപ്പോൾ ഓർമ്മ വരുന്നത്. ഒന്നാമത്തെ ഘട്ടം, ഞാൻ അല്ലാഹുവിന്റെ ഹബീബിനോട് ഏറ്റവും വെറുപ്പുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മതത്തിലേക്ക് വിശുദ്ധ ഇസ്ലാം സ്വീകരിക്കാത്ത ഒരു കാലം എനിക്കുണ്ടായിരുന്നു. ആ കാലത്ത് എനിക്ക് മരിക്കാൻ എന്നെ മരിപ്പിച്ചില്ല, അത് ആലോചിക്കുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട്. രണ്ടാമത്തെ ഒരു ഘട്ടം, അല്ലാഹുവിന്റെ ഹബീബിനോട് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വളരെയേറെ അടുത്ത് ഞാൻ ഇടപഴകിയ കാലം, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എന്റെ ജീവിതത്തിന്റെ എല്ലാമായി ഹൃദയത്തിൽ ഞാൻ താലോലിച്ചൊരു കാലം. ആ കാലം അല്ലാഹുവിന്റെ ഹബീബിന്റെ സാന്നിധ്യം, ഹബീബിന്റെ മുഖം എന്നും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. ആ കാലത്താണെങ്കിൽ എനിക്ക് മരിക്കാനും കഴിഞ്ഞില്ലല്ലോ. അന്നാണ് എന്റെ മരണം സംഭവിക്കുന്നതെങ്കിൽ അംറു ബിനുൽ ആസ് ആകുന്ന എന്റെ ബോഡി വെച്ച് ഹബീബ് ശുപാർശ ചെയ്യാനുണ്ടാകും. ആ അംറു ബിനുൽ ആസിന് നബി അല്ലാഹുവേ നീ പുറത്തു കൊടുക്കണേ എന്ന് മുത്ത് നബി പറയുമ്പോ അല്ലാഹു ആ ശുപാർശയെ തള്ളിക്കളയൂലല്ലോ. മൂന്നാമത്തെ ഒരു കാലം എന്റെ ജീവിതത്തിൽ ഞാൻ ഇപ്പൊ അനുഭവിക്കുന്ന സമയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളില്ലാത്ത സമയത്താണല്ലോ എന്റെ ആത്മാവ് പിടിക്കാനുള്ള സമയം അല്ലാഹു തെരഞ്ഞെടുത്തത്. അതാലോചിക്കുമ്പോഴാണ് ഞാൻ ഇങ്ങനെ കരഞ്ഞു പോകുന്നത്. അല്ലാഹുവിന്റെ ഹബീബിന്റെ ഹയാത്തിലല്ലല്ലോ ഞാൻ മരിക്കുന്നത് എന്നാലോചിക്കുമ്പോ എനിക്ക് വിഷമമാണ് മോനെ. ആ സമയം അബ്ദുല്ലാഹി എന്ന മകൻ വാപ്പയുടെ അടുത്തിരുന്ന് പറഞ്ഞു, ഉപ്പാ, വാപ്പയുടെ സക്കറാത്തിന്റെ സമയമാണ്. മകനാകുന്ന ഞാൻ എന്തെങ്കിലും വാപ്പ എന്ന നിലയിൽ നിങ്ങളോട് ചെയ്തു തരേണ്ടതുണ്ടോ? ആ സമയം അംറു ബിനുൽ ആസ് റളിയല്ലാഹു അൻഹു മകനാകുന്ന അബ്ദുള്ളയെ അടുത്തേക്ക് വിളിച്ചു പറഞ്ഞു, മോനെ,
വാപ്പ മരിച്ചു കഴിഞ്ഞാൽ 3 കാര്യത്തെക്കുറിച്ചാണ് എനിക്ക് ഈ സമയം വസിയ്യത്ത് ചെയ്യാനുള്ളത്. ഒന്നാമത്തെ കാര്യം, വാപ്പയെങ്ങാനും മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് ജാഹിലിയ കാലഘട്ടത്തിലെ പല കൂട്ടുകാരും ഇന്നും എനിക്കുണ്ട്. ആ കാലങ്ങളിൽ മരിച്ചു കഴിഞ്ഞാൽ മരണ വീട്ടിൽ കരയാൻ വേണ്ടി ആളുകളെ വാടകക്കെടുക്കുന്ന ഏർപ്പാടുണ്ട്. മോനെ, വാപ്പയാകുന്ന ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ആളുകൾ വീട്ടിൽ വന്ന് അട്ടഹാസത്തോടെ കരയുന്നത് നീയൊന്ന് നിർത്തണം. അങ്ങനെയുള്ള പ്രവണത എന്റെ ജനാസയുടെ മുന്നിൽ വെച്ച് അടുക്കാൻ സമ്മതിക്കരുത്. രണ്ടാമത്തെ വസിയ്യത്ത്, മോനെ, വാപ്പാന്റെ ജനാസ വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് എടുക്കുന്ന സമയത്ത് ജാഹിലിയ കാലത്തെ പല സ്വഭാവങ്ങളിൽപ്പെട്ട ഒന്നാണ് മയ്യത്തിന്റെ ജനാസയുടെ മുന്നിൽ തീമന്തം കൊളുത്തി കൊണ്ടുപോവുക എന്നത്. അതും ചെയ്യരുതേ മോനെ. മൂന്നാമത്തെ വസിയ്യത്ത്, വാപ്പ മരിച്ചു കഴിഞ്ഞാൽ വാപ്പായുടെ ജനാസ കുളിപ്പിച്ച് കഫൻ ചെയ്ത് പള്ളിയിലേക്ക് കൊണ്ടുപോയിട്ട് എന്റെ മേലിലുള്ള നിസ്കാരങ്ങളൊക്കെ നിർവഹിച്ചിട്ട് എനിക്ക് വേണ്ടി ഒരുക്കി വെച്ച ഖബറിലേക്ക് എന്റെ ശരീരത്തെ കൊണ്ടുപോകുന്ന സമയം എന്റെ പ്രിയപ്പെട്ട മോനെ, വാപ്പാന്റെ കൂടെ നീ ഉണ്ടാവണം. എന്നിട്ട് ജനാസയുടെ ഖബറടക്കം കഴിഞ്ഞ് ആളുകളെല്ലാം മണ്ണ് വാരിയിട്ട് പിരിഞ്ഞു പോകുമ്പോ ഒരൊട്ടകത്തെ അറുത്ത് മാംസ വിതരണം നടത്തുന്ന സമയമെങ്കിലും വാപ്പാന്റെ മയ്യത്തിന്റെ സമീപത്ത്, ഖബറിന്റെ സമീപത്തിരുന്നിട്ട് സുഹൃതങ്ങൾ ചെയ്യൂ മോനെ. അവിടുത്തെ പ്രിയപ്പെട്ട മകനാകുന്ന അബ്ദുള്ളയോട് പറഞ്ഞ വസിയ്യത്താണെങ്കിൽ, എന്റെ ഈമാനുള്ള ഉപ്പമാരെ, എനിക്കും നിങ്ങൾക്കും 4 or 5 മക്കളുണ്ടെന്ന് സങ്കൽപ്പിക്കുക. ഈ സമയമാണ് എന്റെയും നിങ്ങളുടെയും മരണം സംഭവിക്കുന്നതെങ്കിൽ, ഞാൻ മരിച്ചു കിടക്കുന്ന സമയത്ത് എന്റെ തലഭാഗത്തൊന്ന് വന്നിരുന്നിട്ട് വിശുദ്ധ ഖുർആനെങ്കിലും തെറ്റുകൂടാതെ നോക്കി ഓതാൻ കഴിയുന്ന എത്ര മക്കള് നമുക്കുണ്ടേ ഉപ്പാ. എന്റെ ഉമ്മമാരെ, സ്വഹാബിയായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു മരിച്ചു കഴിഞ്ഞാൽ മകന്റെ സുഹൃത്തുക്കളെ ഓർത്തുകൊണ്ടാണ് ആ മകനോട് വസിയ്യത്ത് ചെയ്തുവെങ്കിൽ, എന്റെ ഈമാനുള്ള ഉമ്മമാരെ, ജീവിതകാലത്ത് നമ്മളുടെ ആവശ്യം, നമ്മളുടെ പ്രാർത്ഥന, ഞാൻ ജീവിക്കുന്ന സമയത്ത് എന്റെ ഒരാവശ്യത്തിനും ഞാൻ ഒരാളെയും ആശ്രയിക്കേണ്ട അവസ്ഥ വരുത്തല്ലേ എന്നാണ്. അത് മക്കളെയും ആശ്രയിക്കേണ്ട അവസ്ഥ വരുത്തരുത് എന്നാണ്. പക്ഷേ ഖബറിൽ കിടക്കുന്ന സമയത്ത് എന്റെ മക്കൾ എന്തെങ്കിലും എനിക്ക് ചെയ്തുവെങ്കിലും ആഗ്രഹിക്കുന്ന സമയമാണ്. അല്ലാഹു നമുക്ക് മക്കളെ തന്നുവെങ്കിൽ, അല്ലാഹു നമ്മുടെ മക്കളെ ദീനനുസരിച്ച് പഠിപ്പിക്കാനുള്ള സംവിധാനം നമ്മുടെ നാടുകളിൽ നൽകിയെങ്കിൽ, ആ മക്കളെ അല്ലാഹുവിന്റെ വഴിയിൽ സമർപ്പിച്ച് ആത്മീയ വിദ്യാഭ്യാസത്തിന്റെ വഴിയിലേക്ക് മക്കളെ വഴി നടത്തിയിട്ടുണ്ടോ? എല്ലാ ദിവസവും കാലത്ത് തുടങ്ങുന്ന മദ്രസ നമ്മുടെ നാടുകളിലുണ്ട്. ആ മദ്രസ 6 or 6:30 മണിക്കോ ആരംഭിക്കുമ്പോ എന്റെ ഈമാനുള്ള ഉമ്മ, ഈ മക്കള് മദ്രസയിലേക്ക് വരുന്ന സമയത്ത് ആ മക്കളെ ഒരുക്കി പറഞ്ഞയക്കുന്ന സ്വഭാവം നമുക്കുണ്ടോ? പല മക്കളും മദ്രസയിലെത്താറുള്ളത് തലയിൽ തൊപ്പി കാണാറില്ല. രാത്രി ഉറങ്ങുമ്പോ ധരിക്കുന്ന 3/4 ടീഷർട്ടുമാണ്. ഇതേ മക്കള് കേവലം 9 മണിക്ക് സ്കൂൾ ബസ് കാത്തിരിക്കുന്ന സമയത്ത് അവരുടെ മുടി ചീകി കൊടുത്തിട്ടുണ്ട്. അവരെ
കുളിപ്പിച്ചു വൃത്തിയാക്കി കൊടുത്തിട്ടുണ്ട്, നല്ല വസ്ത്രങ്ങൾ അണിയിച്ചിട്ടുണ്ട്. എന്റെ ഈമാനുള്ള ഉമ്മമാരെ, നമ്മുടെ പലരുടെയും ഭർത്താക്കന്മാര് വിദേശത്താണ്. ആ ഭർത്താവ് നിങ്ങൾക്കും നമുക്കുമൊക്കെ നല്ല വീട് വെച്ചു തന്നിട്ടുണ്ട്. ആ വീട്ടിൽ നല്ല സൗകര്യങ്ങൾ ഒരുക്കി വെച്ച് തന്നിട്ടുണ്ട്. മാസാമാസം 10,000-ഉം 20,000-ഉം അക്കൗണ്ടിലിട്ട് തരുന്നുണ്ട്. അതെല്ലാം നൽകുന്നത് എന്റെ മക്കളുടെ ഉമ്മയും വാപ്പയുമായി എന്റെ ഭാര്യ പരിചരിക്കുന്നുണ്ട് എന്നർത്ഥത്തിലാണ്. എന്റെ ഉമ്മമാരെ, ആ സമയം മക്കളുടെ വാപ്പയാവാൻ നമുക്ക് കഴിയണം, അതുപോലെ ഉമ്മയാവാൻ നമുക്ക് കഴിയണം. ആ സമയം എല്ലാ ദിവസവും മദ്രസയിലേക്ക് പറഞ്ഞയക്കുന്ന മക്കൾ, ആ മക്കള് മഗ്‌രിബിന്റെ സമയം വീട്ടിലെത്തുമ്പോ നേരത്തെ തന്നെ കുളിപ്പിച്ച് വൃത്തിയാക്കി റൂമിലിരുത്തിയിട്ട് നിസ്കാരം പരിശീലിപ്പിച്ച്, മോനെ ഇന്ന് ഉസ്താദ് എടുത്ത പാഠമേതാണ് എന്ന് ചോദിച്ച് കൈവിരൽ വെച്ചിട്ട് വിശുദ്ധ ഖുർആൻ ഓതിപ്പിക്കാറുണ്ടോ? എന്റെ ഉമ്മമാരെ, ഇശാ മഗ്‌രിബിനിടയിൽ ഏതെങ്കിലും ഓൺലൈൻ മജ്‌ലിസിന്റെ മുന്നിലാണ്, വാപ്പയുടെ ലോകത്താണ്, ഉമ്മയുടെ ലോകത്താണ്. ഞാനും നിങ്ങളും സൂറത്തുൽ കഹ്ഫ് പഠിച്ചത്, സൂറത്തു യാസീൻ പഠിച്ചത്, നമ്മുടെ ഉമ്മമാർ നമ്മുടെ കൂടെ ഇരുന്നിട്ട് നമ്മ വിശുദ്ധ ഖുർആൻ ഓത്ത് പഠിപ്പിച്ചിട്ടല്ലേ നമ്മൾ ഓത്ത് പഠിച്ചത്. ഇന്ന് നമ്മുടെ മക്കൾക്ക് ഏതെങ്കിലും വിശുദ്ധ ഖുർആനിന്റെ ഏതെങ്കിലും ഒരു ഭാഗം തുറന്നു വെച്ചിട്ട് മോനെ ഇതോതൂ എന്ന് പറഞ്ഞ് ധൈര്യത്തോടെ തെറ്റുകൂടാതെ ഓതാൻ കഴിയുന്ന ഒരു മകനോ മകളോ നമുക്കുണ്ടോ? നമ്മുടെ മക്കളുടെ ഭാവിയെ കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോ, നമ്മുടെ മക്കളുടെ ഭൗതിക പഠനത്തെ കുറിച്ച് നമ്മൾ അവലാതിപ്പെടുമ്പോ, മാത്സിൽ മാർക്ക് കുറയുമ്പോ ട്യൂഷൻ നൽകാൻ നമ്മൾ റെഡിയാണ്, കെമിസ്ട്രിയിലെ മാർക്ക് നമ്മൾ പരിശോധിക്കുന്നുണ്ട്, മാസാമാസമുള്ള PTA-കളിലും ക്ലാസ് PTA-കളിലും നമ്മൾ സംബന്ധിക്കുന്നുണ്ട്. ഇതുപോലെ എന്റെ മക്കൾ ആത്മീയ പഠനം നടത്തുമ്പോ ആ മക്കളുടെ ആത്മീയ പുരോഗതിയെ കുറിച്ച് ചിന്തിക്കാറുണ്ടോ? എന്റെ ഉമ്മമാരെ, നമ്മുടെ ഭർത്താക്കന്മാർ കേവലം ഒരു ബെഡ് സ്പേസിന് മാത്രം 500-1000 ദിർഹം വാടക കൊടുത്തിട്ട് അവർ നേരാവണ്ണം ഭക്ഷണം പോലും കഴിക്കാതെ ഉച്ചയിൽ കഴിക്കുന്ന ഭക്ഷണം പലപ്പോഴും വൈകുന്നേരത്തേക്ക് നീക്കി വെച്ചിട്ട് രാത്രിയിൽ കഴിക്കുന്ന ഭക്ഷണം അതായി മാറ്റി വച്ചിട്ട് അതിൽ നിന്ന് മിച്ചം വരുന്ന സമ്പത്ത് നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഈ മക്കളെ പരിചരിക്കാനല്ലേ? ആ പണം കൊണ്ട് കേവലം മാമൂലുകൾ നടത്തി എന്റെ മക്കളുടെ ബസ് ഫീസ് കൊടുത്തു കഴിഞ്ഞാൽ, സ്കൂളിലെ ഫീസ് അടച്ചു കഴിഞ്ഞാൽ, 2 പെരുന്നാളും സൽക്കാരങ്ങളും വരുമ്പോ ഡ്രസ് എടുത്തു കഴിഞ്ഞാൽ എന്റെ മക്കളെ ബാധ്യത തീർത്തുവെന്ന് നമ്മൾ വിചാരിക്കുന്നത്. എന്റെ ഈമാനുള്ള ഉമ്മ, സമയം നമ്മുടെ മക്കളുടെ ആത്മീയ പഠനത്തെ കുറിച്ച് ചിന്തിക്കണം. ആ മക്കൾക്ക് വിശുദ്ധ ഖുർആൻ തെറ്റുകൂടാതെ പഠിപ്പിക്കണം. സൂറത്തുൽ ഫാത്തിഹ തെറ്റുകൂടാതെ ഓതാൻ എന്റെ മക്കൾക്ക് അറിയുമോ എന്ന് ആകുലപ്പെട്ട് അതിൽ കൃത്യമായ പഠനങ്ങൾ നടത്തണം. എന്റെ ഈമാനുള്ള വിശ്വാസികളെ, നമ്മുടെ ഉമ്മമാരും ഉപ്പമാരും നമ്മളെ വളർത്തിയപ്പോ അവരെല്ലാ സമയത്തും നമ്മളെ പരിചരിച്ചു, ശുദ്ധിയോടെ നമ്മളെ വൃത്തിയാക്കി നോക്കിയപ്പോ ആ സമയത്ത് നമ്മുടെ മക്കളാവുന്ന നമ്മളെ നന്നായി പരിചരിച്ചപ്പോ ജീവിതത്തിൽ അവർ നമ്മുടെ ശരീരത്തെ ശ്രദ്ധിക്കുന്നതോടൊപ്പം നമ്മുടെ ആത്മാവിനെ ശ്രദ്ധിച്ചവരാണ്. എന്റെ ഉമ്മമാരെ, ഇന്ന്
ഇന്ന് പമ്പേഴ്സുകളുടെ കാലമാണ്. അതേ ശുദ്ധിയും അശുദ്ധിയും അതിന്റെ ഗൗരവം കുറഞ്ഞ കാലത്താണ്. ചെറിയ മക്കളതാ പ്രസവിച്ച ഉടനെ മക്കളെ പമ്പേഴ്സിനുള്ളിലാക്കിയിട്ട് അതേ മണിക്കൂറുകളോളം നജസിൽ കിടത്തുകയല്ലേ. അതേ പണ്ടുകാലങ്ങളിൽ നമ്മുടെ ഉമ്മ നമ്മ നോക്കിയത് ഉമ്മായുടെ ഗർഭാശയത്തിൽ നമ്മൾ എത്തി എന്നറിയുമ്പോ വാപ്പയുടെ കോട്ടൺ തുണികൾ കൃത്യമായി അളന്നു മുറിച്ചിട്ട് അതേ പ്രസവം വരുമ്പോഴേക്കും ശുദ്ധിയായി അലക്കി വൃത്തിയാക്കി മടക്കി വെച്ചിട്ട് ആ തുണിയിലാണ് ഉമ്മ നമ്മളെ സ്വീകരിച്ചത്. ആ തുണിയിൽ പൊതിഞ്ഞു നടക്കുമ്പോൾ ഒന്ന് മലമൂത്ര വിസർജനം നടത്തി ശരീരം മഴുക്കാകുമ്പോ വേഗം നമ്മ കൊണ്ടുപോയി കഴുകിയിട്ട് ആ തുണി മറ്റൊരു ഭാഗത്ത് വെച്ചിട്ട് ആ ഉമ്മ നമ്മളെ നജസിൽ കിടത്തിയിട്ടില്ല. ഇന്ന് നമുക്ക് നജസൊഴിഞ്ഞ നേരമുണ്ടോ ഉമ്മ? 1000 2000 സ്ക്വയർ ഫീറ്റ് വീടുണ്ട്. ആ വീട്ടിൽ സ്ക്വയർ ഫീറ്റിന് തന്നെ 300 400 വിലയുള്ള മാർബിളുണ്ട്. അതേ സമയം എന്റെ വീട്ടിൽ ശുദ്ധിയുണ്ടെന്ന് ഉറപ്പ് പറയാൻ പറ്റുന്ന ഒരു റൂം നമ്മുടെ വീട്ടിലുണ്ടോ ഉപ്പാ? സകറാത്തിന്റെ സമയത്ത് അസറായിൽ വരുമ്പോ എനിക്ക് വെള്ളം പുതച്ച് കിടക്കാൻ നിൽക്കുന്ന സമയത്ത് നല്ല ശുദ്ധിയൊന്ന് ഉറപ്പ് പറയാൻ പറ്റുന്ന ഒരു റൂം നമ്മുടെ വീട്ടിലുണ്ടോ? മക്കളെ നേരെ വെള്ളം പരിചരിക്കുന്നില്ല. നമ്മുടെ ഉമ്മമാർ നമ്മെ പരിചരിച്ചത് എത്ര വൃത്തിയോടെയാണ്, എത്ര ശുദ്ധിയോടെയാണ്. അവർക്ക് ബാത്ത് അറ്റാച്ച്ഡ് റൂമില്ലായിരുന്നു. അതേ അവരുടെ വീടുകളിൽ കിണർ പോലും ഇല്ലായിരുന്നു. നേരം വൈകുന്നേരമാകുമ്പോഴേക്കും അയലത്തെ വീട്ടിലെ കിണറിൽ പോയിട്ട് വെള്ളം മുക്കിക്കോരിയിട്ട് ബക്കറ്റുകളും ക്യാനുകളും നിറച്ചിട്ട് പാതിരാ സമയത്ത് നമ്മൾ മൂത്രിച്ചപ്പോഴും അവര് നമ്മളെ നജസിൽ കിടത്തിയിട്ടില്ല. അങ്ങനെ സംശുദ്ധതയോടെ നമ്മളെ വളർത്തിയിട്ടുണ്ട്. നാട്ടിലെ പരിപാടിയും വഴലോളും മജ്‌ലിസും ഉണ്ടാകുമ്പോ നമ്മുടെ കൈപിടിച്ചുമ്മ മജ്‌ലിസിലിരുന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ആത്മാവിനെ അവർ ശ്രദ്ധിച്ചത് കൊണ്ടാണ് ഇന്ന് തഅ്ജീലുൽ ഫുതൂഹിന്റെ മജ്‌ലിസ് നടക്കുന്നുണ്ടെന്നറിഞ്ഞപ്പോ അതിൽ നല്ലൊരു തൊപ്പി വെച്ചിരിക്കാൻ നമുക്ക് ആത്മാഭിമാനം വന്നത്. അതിന് നമ്മൾ സമയം കണ്ടെത്തിയത്. പുതിയ കാലത്തെ മക്കളെ അതിന് ലഭിക്കുന്നില്ലല്ലോ. അതുകൊണ്ട് ഒരു വാപ്പ മക്കൾക്ക് കൊടുക്കുന്ന ഏറ്റവും നല്ല ഉപഹാരം, മക്കൾക്ക് നൽകുന്ന ഏറ്റവും നല്ല സമ്മാനം നല്ല അദബ് പഠിച്ച മക്കളാക്കലാണ്. അതുകൊണ്ട് എന്റെ ഈമാനുള്ള ഉമ്മമാരെ നമ്മുടെ മക്കളെ നന്നായി പരിചരിക്കണം. അവർക്ക് വേണ്ട ആത്മീയ വിശുദ്ധിക്കും പഠനത്തിനും വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം. അതേപോലെ മക്കൾക്ക് നല്ല രീതിയിൽ ഭക്ഷണം ഉണ്ടാക്കി നല്ല പോഷകാഹാരങ്ങളോടെ മക്കളെ വളർത്താൻ കഴിയണം. ആ മക്കളാകുന്ന നമ്മുടെ സമ്പത്തുകളെ നന്നായി പരിചരിക്കണം. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് യദ്ഖുലുൽ ജന്നത അഖ്വാമുൻ അഫ്ഇദതുഹും മിസ്ലു അഫ്ഇദത്തിത് തയ്ർ, സ്വർഗ്ഗത്തിൽ കിടക്കുന്ന ആളുകളെ വിശദീകരിക്കുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നത് അവരുടെ ഹൃദയത്തിൽ ഒരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത മിസ്ലു അഫ്ഇദത്തിത് തയ്ർ, അവരുടെ ഹൃദയം പക്ഷിയുടെ ഹൃദയത്തിനു സമാനമാണ്.
പക്ഷി ഹൃദയമുള്ള ആളുകൾക്ക് സ്വർഗമുണ്ടെന്ന് ഹബീബ് പഠിപ്പിക്കുമ്പോ ഇമാമുൻ നബവി റളിയല്ലാഹു അൻഹു അതുപോലെ മുല്ല അലിയുൽ ഖാരി തങ്ങള് ഈ ഹദീസിനെ വിശദീകരിച്ച് പറയുന്നത് അല്ലാഹുവിന്റെ ഹബീബ് പക്ഷിയുടെ ഹൃദയമുള്ള ആളുകൾക്ക് സ്വർഗമുണ്ടെന്ന് പറയുമ്പോ എന്താണ് പക്ഷിയുടെ ഹൃദയത്തിന്റെ ക്വാളിറ്റി? ഒന്നാമത്തെ ക്വാളിറ്റി പക്ഷിയുടെ ഹൃദയത്തിലുള്ള സ്വഭാവം അത്തവക്കുലു അല്ലാഹുവിൽ ബലമേൽപ്പിച്ചു ജീവിക്കലാണ്. എന്റെ ഈമാനുള്ള വിശ്വാസികളെ, കേവലം ഭാര്യയുടെയും മക്കളുടെയും വയറിന്റെ പ്രശ്നം ആലോചിച്ച് നമ്മുടെ വീടിന്റെയും കിടപ്പാടിന്റെയും അവസ്ഥ അവലോചിച്ച് ആ രൂപത്തിൽ അതിൽ കൃത്യത മനസ്സിലാക്കാതെ ലോണിനും മറ്റും അകപ്പെട്ടിട്ട് ഭൗതികതയുടെ പിന്നാലെ കൂടിയിട്ട് അവസാനം വീട് വരെ ജപ്തി ചെയ്യേണ്ടി വരുമ്പോ ഹറാമായ ഇടപാടുകളിൽ ഏർപ്പെടുമ്പോ എന്റെ ഉമ്മമാരെ, നമ്മുടെ ഭർത്താവിന്റെ വരുമാനം നോക്കിയിട്ട് പെരുമാറാൻ കഴിയണം. അയലത്തെ വീട്ടിൽ ഇങ്ങനെ സൗകര്യങ്ങളുണ്ട്, എന്റെ ജ്യേഷ്ഠത്തി ഇന്നാലിന്ന മാമൂലെല്ലാം നൽകുന്നുണ്ട്, അതുകൊണ്ട് ഞാനും അത് നൽകണമെന്ന് വാശി പിടിച്ചിട്ട് ഭർത്താവിനോട് കയർത്തുകൊണ്ട് സുബ്ഹാനല്ലാഹ് ആ ഭർത്താവ് ഇല്ലാത്ത പണം ഉണ്ടാക്കേണ്ടി വരുന്ന രൂപത്തിൽ കടം വാങ്ങേണ്ടി വരുന്ന അവസ്ഥയിൽ, അതുപോലെ മറ്റു ലോണുകൾക്ക് കീഴ്പ്പെടുന്ന അവസ്ഥയിൽ അവസാനം കിടപ്പാടം വിറ്റിട്ടും തികയാതെ വന്നിട്ട് ആത്മഹത്യയെ കുറിച്ച് ആലോചിക്കുന്നവരില്ലേ? അതാണ് പക്ഷിയുടെ ഹൃദയത്തിന്റെ സ്വഭാവം. ഏതു വിഷമഘട്ടങ്ങളിലും പ്രയാസഘട്ടങ്ങളിലും അവർ അല്ലാഹുവിൽ തവക്കുലാക്കും. തഗ്ദൂ ഖിമാസൻ വതറൂഹു ബിതനാ. ഇതേ നമ്മുടെ കൂടുകളിൽ അണഞ്ഞ പക്ഷികളില്ലേ, മരത്തിന്റെ ചില്ലകളിൽ വൈകുന്നേരം വന്നിരുന്ന പക്ഷികളില്ലേ, ആ പക്ഷികൾ വയറു നിറച്ചു ഭക്ഷണം കഴിച്ചാണ് അവിടെ ഇരിക്കുന്നത്. നാളെ രാവിലെയാകുമ്പോ ഈ പക്ഷികൾ കൂട്ടമായി പറന്നു പോകുമ്പോ എവിടെയെങ്കിലും ഒളുക്കി വെച്ച ഭക്ഷണം വിളമ്പി കഴിക്കാനെന്ന രൂപത്തിൽ അവരെത്ര കൃത്യതയോടെയാണ് പറന്നു പോകുന്നത്. പക്ഷേ അവർക്കാർക്കും ഭക്ഷണം ഒരുക്കി വെച്ചിട്ടില്ലല്ലോ. എന്നാൽ ആ ഭക്ഷണത്തെ തേടി അവര് സഞ്ചരിക്കുമ്പോ എനിക്കിവിടെ ഭക്ഷണമുണ്ടെന്ന നിശ്ചയമില്ല. ആ പക്ഷികൾക്ക് അല്ലാഹു നല്ല ഭക്ഷണം നൽകുന്നില്ലേ? അല്ലാഹു എല്ലാ ജീവജാലങ്ങളെയും കൂട്ടുന്നില്ലേ? മഹാനരായ ദാനിയേൽ അലൈഹിസ്സലാത്തു വസ്സലാം, ആ ദാനിയേൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രബോധനം നടത്തുമ്പോ മഹാനവർകളെ അക്രമികൾ പിടികൂടിയിട്ട് എന്തു ചെയ്യണമെന്ന് തീരുമാനിക്കുന്നതിനിടയിലാണ് ആളുകൾ പറഞ്ഞു, അതേ ആ മനുഷ്യനെ നമുക്ക് കശാപ്പു ചെയ്യണം. കേവലം കത്തി കൊണ്ടോ ആയുധങ്ങളെ കൊണ്ടോ അല്ല, നല്ല പട്ടിണിയിൽ അകപ്പെട്ട് കഴിയുന്ന വിശന്നു വലഞ്ഞ സിംഹത്തിന്റെ മുന്നിലേക്ക് നമുക്ക് ആ പ്രവാചകനെ എറിഞ്ഞു കൊടുക്കാം. ദാനിയേൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ ആക്രമിക്കാൻ അവിടുത്തെ ജനത ഗൂഢാലോചന നടത്തിയതിന്റെ ഭാഗമായി കാടുകളിൽ ചെന്നിട്ട് നല്ല മുഴുത്ത സിംഹങ്ങളെ പിടിച്ച് ദിവസങ്ങളോളം ആ സിംഹങ്ങളെ പട്ടിണിക്കിട്ടിട്ട് ദാനിയേൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ പിടികൂടിയിട്ട് ആൾ താമസമില്ലാത്ത സ്ഥലത്തെ കിണറിൽ കൊണ്ടുപോയിട്ട് പൊട്ടൻ കിണറിലേക്ക് അവരെ എറിഞ്ഞപ്പോൾ ദാനിയേൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനിക്ക് കയറാൻ പറ്റുന്നില്ല. അപ്പോഴാണ് പട്ടിണിയിലായി കൂട്ടിലകപ്പെട്ട സിംഹത്തെ കെട്ടിവലിച്ച് ദാനിയേൽ അലൈഹിസ്സലാത്തു വസ്സലാം അകപ്പെട്ട കിണറിലേക്ക് താഴ്ത്തുമ്പോൾ
വലഞ്ഞ സിംഹങ്ങൾ ദാനിയായിൽ നബിയെ കടിച്ച് വലിക്കുന്നതും കണ്ടിട്ട് തട്ടഹസിച്ച് ചിരിക്കാൻ വേണ്ടി ഊഴം കാത്ത ജനങ്ങൾ അതാ അത്ഭുതപ്പെടുകയാണ്. ആ സിംഹങ്ങൾ രണ്ടും വന്നിട്ട് ദാനിയായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കടിച്ച് കീറുന്നതിനു പകരം ആ പ്രവാചകന്റെ മുന്നിൽ സുജൂദ് ചെയ്യുകയാണ്. എന്നിട്ടതാ അവര് കഴിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഷാമിലുള്ള അർമിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനിക്ക് അല്ലാഹുവിന്റെ വഹി വരുന്നു. അർമിയ ഇന്നാലിന്റെ കിണറിൽ ദാനിയായിൽ എന്ന പ്രവാചകനുണ്ട്, വിശന്നു വലഞ്ഞ 2 സിംഹങ്ങളുമുണ്ട്. ആ സിംഹങ്ങൾക്കും പ്രവാചകനും ഭക്ഷണം റെഡിയാക്കി നൽകൂ അർമിയ. അല്ലാഹു മറ്റൊരു രാജ്യത്തുള്ള അർമിയ നബിക്ക് വഹി അറിയിച്ച് മഹാനവർകൾ ഭക്ഷണം തയ്യാറ് ചെയ്ത് ആരും അറിയാത്ത പൊട്ടൻ കിണറിലേക്ക് കൊണ്ടുപോയി കൊടുക്കുമ്പോ എന്റെ ഈമാനുള്ള ഉപ്പമാരെ, അല്ല എനിക്ക് ഭാര്യയെ തന്നെങ്കിൽ, എനിക്ക് ആശ്രിതരെ അല്ല നൽകിയെങ്കിൽ ആ റബ്ബ് തന്നെ എന്റെ ഭക്ഷണവും കണക്കാക്കിയെന്ന വിശ്വാസം വേണം. പ്രയാസങ്ങളെ സഹിക്കാനുള്ള കെൽപ്പ് വേണം. അറിയില്ലേ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നബി തങ്ങളെ വഹിച്ചുകൊണ്ടല്ലേ സിദ്ദീഖുൽ അക്ബർ തങ്ങള് ശത്രുക്കളിൽ നിന്ന് രക്ഷ പ്രാപിക്കാൻ വേണ്ടിയിട്ട് സൗറിന്റെ മുകളിൽ കയറുമ്പോൾ അതേ ഇന്ന് ഹജ്ജിനും ഉംറക്കും പോയ പലരും മല കയറിയവരാണ്. നല്ല കുത്തനെയുള്ള മലയാണ്. എല്ലാ സൗകര്യങ്ങളും ഇന്ന് കയറാനനുസൃത സ്റ്റെപ്പുകൾ ഉണ്ടായിട്ടും എത്ര പ്രയാസമാണ് ആ മല കയറുന്നതിനു വേണ്ടി. അല്ലാഹുവിന്റെ ഹബീബ് ഒളിഞ്ഞിരിക്കാൻ ആ പർവ്വതം തെരഞ്ഞെടുക്കുന്നത് മനുഷ്യർക്ക് കയറാൻ പറ്റുന്ന രൂപത്തിൽ സ്ലോപ്പുള്ള പർവ്വതമല്ല അത്. അതുകൊണ്ട് അതിന്റെ മുകളിൽ എങ്ങനെയെങ്കിലും എത്തിയാൽ പിന്നെ ശത്രുക്കൾ തിരഞ്ഞു വരാൻ സാധ്യതയില്ലാത്ത പർവ്വതമാണ്. ആ പർവ്വതത്തിന്റെ മുകളിലേക്ക് സിദ്ദീഖുൽ അക്ബർ തങ്ങള് അല്ലാഹുവിന്റെ ഹബീബിനെയും പലപ്പോഴും വഹിച്ചിട്ട് യാത്ര തുടർന്ന് സൗറിലെത്തിയിട്ട് ആ സൗർ ഗുഹയിൽ മഹാനവർകൾ ഹബീബിന് വേണ്ടി സൗകര്യപ്പെടുത്തി. സിദ്ദീഖുൽ അക്ബർ തങ്ങള് ഹബീബിന്റെ ശറഫായ തല അവിടുത്തെ മടിയിൽ വെച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ലാളിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിടിക്കുന്നവർക്ക് 100 ഒട്ടകം വാഗ്ദാനം ചെയ്ത സമയമാണ്. ഏത് വലിയ റിസ്ക് എടുക്കാനും ആളുകൾ തയ്യാറായ ഘട്ടമാ. അതേ ശത്രുക്കൾ അതാ ഈ പർവ്വതത്തിലുമെത്തിയിരിക്കുകയാണ്. ആ സമയം സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പറയാണ്, അതേ ഞങ്ങൾ ഒളിച്ചിരിക്കുന്ന സൗറിലും ഇവരെത്തിയിട്ടുണ്ട്. ആ സമയം അവർ അറിയാതെ കാലിലേക്ക് നോക്കിയാൽ തന്നെ ഞങ്ങളെ കാണുക. സിദ്ദീഖ് തങ്ങൾ കരയുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, മോനെ സിദ്ദീഖേ എന്തിനാ പേടിക്കുന്നത്? ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. ഞങ്ങളെ കൂടെ നമ്മുടെ കൂടെ റബ്ബില്ലേ. ഇതങ്ങ് പറഞ്ഞതും ഹബീബായ തങ്ങള് സിദ്ദീഖ് തങ്ങളെ സമാശ്വസപ്പെടുത്തുകയാണ്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു അത് കേട്ട് സന്തോഷിക്കുകയാണ്. പക്ഷേ ശത്രുക്കൾ ഈ ഗുഹാമുഖത്തേക്ക് വരുമ്പോ അതാ അല്ലാഹു ആ ഗുഹാമുഖത്ത് 2 ഇല മാത്രമുള്ള ഒരു മരത്തിനെ സംവിധാനിച്ചു വന്നാണ്. ആ ഒരു മരം, ആ ഒരു ഇല സിദ്ദീഖ് തങ്ങളെ മുഖത്തിന്റെ ഭാഗത്തും മറ്റൊരു ഇല ഹബീബായ തങ്ങളെ മുഖവും മറക്കുന്ന രൂപത്തിൽ ഇരുന്നിട്ട് അതിന്റെ മുന്നിൽ
മുന്നിലായി നല്ല ചിലന്തിയുടെ വലയുണ്ട്. അതേ മാടപ്രാവ് മുട്ടയിട്ടിട്ടുണ്ട്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഹബീബും കിടക്കുന്ന ഭാഗത്തേക്ക് ശത്രുക്കൾ കയറി വരുമ്പോ എത്ര നിസ്സാരമായ ചിലന്തി വല കൊണ്ടാണ് അല്ലാഹ് പ്രൊട്ടക്ട് ചെയ്തത്. അല്ലാഹുവിന്റെ കാവലുണ്ടാകുമ്പോ ഭൗതികമായ സംവിധാനങ്ങളൊന്നുമല്ല. അറിയില്ലേ ടൈറ്റാനിക് കപ്പലിനെ അറിയില്ലേ? ഒരുപാട് യാത്രക്കാരുമായി ഉൾക്കടലിൽ മുങ്ങിയ കപ്പലാണ്. ആ കപ്പലിൽ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് ദുരന്തം മുൻകൂട്ടി അറിയാനുള്ള റഡാറുണ്ട്. എല്ലാ സംവിധാനങ്ങളുണ്ടായിട്ടും അല്ലാഹുവിന്റെ ഹിഫ്ളില്ലാത്തതിന്റെ പേരിൽ ആ കപ്പൽ നശിച്ചു പോയില്ലേ? റബ്ബിന്റെ കാവലുണ്ടാകുമ്പോ ഭൗതികമായ പ്രതിഭാസങ്ങളൊന്നുമല്ല. എത്ര നിസ്സാരതമാണുള്ളത് കൊണ്ടും അല്ലാഹുവിന് മനുഷ്യനെ കാക്കാൻ കഴിയും. അതല്ലേ നമ്മൾ ഈ അടുത്തു കണ്ടത്. അതേ കസാക്കിസ്ഥാനിലുള്ള ഒരു വിമാനം, അസർബൈജാൻ എന്ന രാജ്യത്തിന്റെ വിമാനം ഈ രാജ്യത്തിലേക്ക് വരുന്ന സമയത്താണ് അപകടത്തിൽ പെടുന്നത്. താൻ യാത്ര ചെയ്യുന്ന വിമാനം അപകടത്തിൽ പെട്ടതറിയുമ്പോ തന്റെ മൊബൈൽ ഫോണിന്റെ വീഡിയോ ഓൺ ചെയ്തിട്ട് ആ വിമാനത്തിൽ യാത്ര ചെയ്യുന്ന ഒരു മനുഷ്യന് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് പുഞ്ചിരി തൂകി വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറയുന്നതിനിടയിലാണ് റൺവേയിൽ എത്തുന്നതിന്റെ മുന്നേ ആ വിമാനം അഗ്നിഗോളമായി നമ്മൾ കാണുമ്പോ ആ വിമാനം പൊട്ടിപ്പിളർന്ന സമയത്ത് അതിൽ നിന്ന് തെറിക്കുന്നത് ഈ മൊബൈല് കയ്യിൽ പിടിച്ച ഈ ചെറുപ്പക്കാരനാണ്. പുറത്തെത്തിയ ചെറുപ്പക്കാരനാ വീഡിയോ ഓഫ് ചെയ്തിട്ടില്ല. രക്ഷപ്പെട്ട ഉടനെ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിറങ്ങി വരുന്നത് നമ്മൾ കണ്ടതല്ലേ? എന്റെ ഈമാനുള്ള ഉപ്പാ, അല്ലാഹുവിന്റെ കാവലുണ്ടാകുമ്പോ ഞാനേത് പ്രതിസന്ധിയിലായാലും എനിക്കെന്ത് വിഷമം സംഭവിച്ചാലും എന്നെ അല്ലാഹു സംരക്ഷിക്കുമെന്ന ഓർമ്മ വേണം. അതല്ലേ പ്രാവിനെ കൊണ്ട് ഹബീബിനെ റബ്ബ് സംരക്ഷിച്ചത്. ഇന്ന് ആ പ്രാവിന് അല്ലാഹു വലിയ രാജകീയ മഹത്വം കൊടുത്തു. അതേ ആ പ്രാവിന്റെ പരമ്പര മക്കയിലുണ്ട്, മദീനയിലുണ്ട്. വിദേശ രാജ്യങ്ങളിലുള്ള ആളുകൾ ഉംറക്കും ഹജ്ജിനും വരുമ്പോ ഈ പ്രാവുകൾക്ക് വേണ്ട ഭക്ഷണം കരുതിയിട്ട് വലിയ ആളുകളെല്ലാം ആ പ്രാവുകളെ സൽക്കരിക്കുകയാണ്. ആ ഹറമിൽ ലക്ഷോപലക്ഷം പ്രാവുകളുണ്ടെങ്കിലും ആ പ്രാവൊരിക്കലും കഅബാലയത്തിൽ ഇരിക്കുന്നില്ലല്ലോ. മേൽക്കൂരയുള്ള മസ്ജിദുൽ ഹറാമിൽ പ്രാവ് കാണുന്നുണ്ട്. മറ്റെല്ലാ സ്ഥലത്തും പ്രാവ് കാണുമ്പോ ഒരു മേൽക്കൂര പോലുമില്ലാത്ത അതേ കഅബാലയത്തിന്റെ മുകളിൽ പ്രാവിരിക്കുന്നത് കാണുന്നില്ല. ആ പ്രാവിനെ കഅബയാണെന്ന് അല്ലാഹ് പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ മസ്ജിദുൻ നബവിയിൽ നമ്മൾ കാണുമ്പോ അല്ലാഹുവിന്റെ ഹബീബിന്റെ തിരുശരീരം അന്തിയുറങ്ങുന്ന ആ മണ്ണിനു മുന്നിൽ ഹബീബിന്റെ രാജകീയമായ പച്ചക്കുബ്ബയില്ലേ? ആ പച്ചക്കുബ്ബയിലും ഒരു പ്രാവും ഇരിക്കുന്നില്ലല്ലോ. ഇതേ കുബ്ബയുള്ള പല പള്ളിയും മദീനയുടെ ചുറ്റുഭാഗത്തുമുണ്ട്. ആ കുബ്ബയും പലപ്പോഴും പ്രാവിനെ കൊണ്ട് കുബ്ബ തന്നെ കാണാറില്ല. എന്നാൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ മുകളിലുള്ള പച്ച കുബ്ബക്ക് ആ കുബ്ബയെ പ്രാവുകൾക്കറിയാം. അല്ലാഹു അതാണ് ജീവജാലങ്ങൾക്ക്. അതേപോലെ അല്ലാഹു ഭൗതികമായ ഏത് സാധനങ്ങൾക്കും റബ്ബിന്റെ
നിയന്ത്രണം കൊണ്ട് റബ്ബ് സംരക്ഷണം ഏർപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് അല്ലാഹു എന്നെ സംരക്ഷിക്കുമെന്ന ഓർമ്മ വേണം. അതല്ലേ മഹാനരായ ഉർവ റളിയല്ലാഹു അൻഹു, ഉർവ റളിയല്ലാഹു അൻഹുവിന്റെ കാലിന് പഴുപ്പ് ബാധിച്ചപ്പോ എല്ലാ വൈദ്യന്മാരും വന്ന് ചികിത്സിച്ചപ്പോ ഉർവ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, നിങ്ങളെ കാല് മുറിച്ചു മാറ്റാനുള്ളതാണ്. ഈ സമയം ഉർവ റളിയല്ലാഹു അൻഹു അതാ കാല് മുറിക്കാനുള്ള സമ്മതം കൊടുത്തിട്ട് വൈദ്യന്മാര് പഴുപ്പ് ബാധിച്ച കാല് മുറിച്ചപ്പോൾ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞ് വീട്ടിൽ റെസ്റ്റിൽ കഴിയുന്ന ഉർവ തങ്ങള് തൊട്ടടുത്ത ദിവസമാണ് തന്റെ മകൻ മുഹമ്മദ് റളിയല്ലാഹു അൻഹു വാഹനപ്പുറത്ത് നിന്ന് വീണ് മരിക്കുകയാണ്. ആ മരണവാർത്ത അറിഞ്ഞപ്പോഴും ഉർവ റളിയല്ലാഹു അൻഹു അൽഹംദുലില്ലാഹ് അപ്പ ചോദിച്ചു, എന്തേ നിങ്ങൾ ഹംദ് പറഞ്ഞത്? ആ സമയം ഉർവ തങ്ങൾ പറഞ്ഞു, അല്ല എനിക്ക് 2 കൈ തന്നിട്ടുണ്ട്, 2 കാലുകൾ തന്നിട്ടുണ്ട്, അതിൽ നിന്നൊന്നാണ് നഷ്ടപ്പെട്ടത്, ബാക്കി 3 അവയവം അല്ല എനിക്ക് തന്നിട്ടുണ്ടല്ലോ. 7 മക്കളെ തന്ന അല്ലാഹു ഒരു മകനെയല്ലേ തിരിച്ചു പിടിച്ചത്, ബാക്കി 6 എണ്ണമുണ്ടല്ലോ. അല്ലാഹുവിന്റെ ഖദാഇൽ തൃപ്തിപ്പെടാൻ കഴിയണം. എന്റെ ഈമാനുള്ള ഉമ്മമാരെ, നമുക്ക് അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങൾ, ആ അനുഗ്രഹങ്ങൾ നമുക്ക് നൽകാൻ കാരണക്കാരായ നമ്മുടെ മാതാപിതാക്കൾക്ക് ദുആ ചെയ്യണം, അവരെ ഓർക്കണം, അവർക്ക് വേണ്ടി സൽക്കർമ്മങ്ങൾ ചെയ്യണം. നമ്മുടെ മരണപ്പെട്ടു പോയവരെ ഓർക്കുന്ന മനസ്സ് നമുക്കുണ്ടാവണം. എന്റെ ഉമ്മമാരെ, അല്ലാഹു എല്ലാ അനുഗ്രഹങ്ങളും തന്നപ്പോ, ഇന്ന് നമുക്ക് സർവ്വനുഗ്രഹങ്ങളും അല്ല നൽകിയപ്പോ, നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ നമ്മളെ പോറ്റി വളർത്തിയ കാലം, ആ കാലത്ത് വയറു നിറച്ചു ഭക്ഷണം കഴിക്കാനില്ലാത്ത കാലം, ഇതുപോലെ അടുക്കളയിൽ വലിയ മെറ്റീരിയലുകൾ ഇല്ലാത്ത കാലം, ആ സമയത്ത് ഒരു വീട്ടിൽ തന്നെ 10-15 ആളുകൾക്ക് ഭക്ഷണം വിളമ്പാനുണ്ട്. ഗ്യാസ് സംവിധാനമില്ല, ഇലക്ട്രിക് ഓവനുകളില്ല. നാളെ രാവിലത്തെ ഭക്ഷണം ഉണ്ടാക്കണമെങ്കിൽ ഇന്ന് ഉച്ചയ്ക്കു ശേഷം അയലത്തെ തൊടുകിൽ ചെന്നിട്ട് കമ്പുകളും കൊള്ളിയും മുറിച്ചു വെച്ചിട്ട് അടുപ്പിന്റെ മൂലയിൽ വെച്ച് ആ അടുപ്പിന്റെ മൂലയിൽ നിന്ന് ചൂട് പിടിപ്പിച്ചിട്ട് ഈ വിറക് ഉപയോഗിച്ച് നാളെ രാവിലെ 10-15 ആളുകൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുമ്പോഴും അവർക്ക് സുബ്ഹി ഖളാ ആയിട്ടില്ല. ഒരു ളുഹയും അവരൊഴിവാക്കിയിട്ടില്ല, തഹജ്ജുദും അവരൊഴിവാക്കിയിട്ടില്ല. എല്ലാ സംവിധാനങ്ങളും ഉണ്ടായിട്ട് എന്റെ ഉപ്പമാരെ, നമ്മൾ 5 വഖത്ത് പള്ളിയിൽ പോകുന്നുണ്ട്, ഉമ്മമാരെ നമ്മൾ നിസ്കരിക്കുന്നുണ്ട്. ഞാനും നിങ്ങളും വീട്ടിൽ കിടന്നുറങ്ങിയാൽ, വീട്ടിൽ 4 റൂമുകൾ ഉണ്ടെങ്കിൽ, 4 മക്കളുണ്ടെങ്കിൽ, ആ 4 റൂമും സിനിമാ തിയേറ്ററുകൾക്ക് സമാനമല്ലേ? പാതിരാക്കണീക്കുന്ന വാപ്പ കാണുന്നത് കിടക്കുന്ന മകന്റെ റൂമിൽ ലൈറ്റ് അണച്ചിട്ടില്ല, മകളുടെ റൂമിൽ ലൈറ്റ് അണച്ചിട്ടില്ല. അതേ സുബ്ഹി നിസ്കരിക്കാൻ പള്ളിയിൽ പോയി മടങ്ങി വന്നപ്പോഴും നമ്മുടെ തൊട്ടടുത്ത റൂമിൽ കിടക്കുന്ന മക്കൾക്ക് നിസ്കാരമുണ്ടോ? മരുമക്കൾക്ക് നിസ്കാരമുണ്ടോ? നിസ്കരിക്കാൻ
നിസ്കരിക്കാത്ത മക്കളുള്ള വീട്ടിൽ എങ്ങനെ ബറക്കത്തുണ്ടാവാനാണ്? എന്റെ ഉമ്മമാരെ, ഇശാഇന്റെ സമയം കഴിഞ്ഞ് വീട്ടിൽ ഭക്ഷണത്തിന് വരുന്ന മക്കളോട് മോനെ ഇശാ നിസ്കരിച്ചിട്ടുണ്ടോ, എവിടെ നിന്നാ നിസ്കരിച്ചതെന്ന് ചോദിക്കാൻ ധൈര്യമില്ലെങ്കിൽ പിന്നെ ഉമ്മ എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണ്? നമ്മുടെ നിസ്കാരം എന്റെ ഉമ്മ ശ്രദ്ധിച്ചതുകൊണ്ട്, അതേ വെള്ളിയാഴ്ച അൽക്കഫോദിയില്ലെങ്കിൽ അന്ന് ചായ തരാത്തതുകൊണ്ട്, ഇശാ നിസ്കരിച്ചില്ലെങ്കിൽ അന്ന് ഭക്ഷണം നൽകാത്തതുകൊണ്ട് നമ്മളത് ശീലിച്ചു വെച്ചില്ലേ? അതേ സമയം ആ നമ്മുടെ ഉമ്മമാരെല്ലാം കഷ്ടപ്പെട്ടപ്പോ ആ വീട്ടിലെ ആ ജോലിക്ക് പോകുന്ന ആണുങ്ങൾക്കാണ് വയറു നിറച്ചെന്ന് ഭക്ഷണമുള്ളത്, വീട്ടിലെ കുട്ടികൾക്കാണ്. അതേ ഭക്ഷണമെല്ലാം അവർക്ക് കൊടുത്തിട്ട് നമ്മുടെ ഉമ്മാമ കഞ്ഞിവെള്ളം മാത്രം കുടിച്ചിട്ട് വിശപ്പ് വരുമ്പോ പാവാടയുടെ കയറൊന്ന് മുറുക്കിയെടുത്തിട്ട് അതേ രാത്രി കിടക്കുമ്പോ വയറു നിറയാത്തതിന്റെ പേരിൽ നേരത്തെ തന്നെ വിശന്നെണീക്കുമ്പോ അവരോടുന്നത് അതേ വുളുവിന്റെ വെള്ളം തെരഞ്ഞാണ്. വുളുവെടുത്ത് നിസ്കരിച്ചവര് കരഞ്ഞു ദുആ ചെയ്തു, അല്ലാഹ് പട്ടിണി സഹിക്കാൻ കഴിയുന്നില്ല, ഞങ്ങള് പട്ടിണി സഹിച്ചാലും ഞങ്ങളെ മക്കൾക്കോ മക്കളെ മക്കൾക്കോ ഈ ഒരു അവസ്ഥ വരുത്തല്ലേ അല്ലാഹ്. അന്ന് നിസ്കാരം പായയിൽ കിടന്നിട്ട് നമ്മുടെ വല്യുമ്മ ദുആ ചെയ്തത് കൊണ്ടാണ്, നമ്മുടെ ഉപ്പ ദുആ ചെയ്തത് കൊണ്ടാണ് എന്റെ ഉപ്പമാരെ നമുക്കല്ല പ്രവാസം തുറന്നു തന്നത്, നല്ല വീട് തന്നത്, പട്ടിണിയല്ല മാറ്റിയത്, നല്ല ജോലി തന്നത്. അതല്ലാതെ എന്റെയും നിങ്ങളുടെയും ക്വാളിറ്റി കൊണ്ടല്ല. ഉമ്മ ഖബറിൽ കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി, ഒരു ഫാത്തിഹ ഓതാറുണ്ടോ? എന്റെ വഴല് കേൾക്കുന്ന ഉമ്മമാരെ, നിങ്ങളെ ശരീരത്തിൽ അണിഞ്ഞ ആഭരണങ്ങളില്ലേ, ആ ആഭരണങ്ങളെല്ലാം നിങ്ങളെ കല്യാണത്തിന്റെ തലേ ദിവസം നിങ്ങളെ വാപ്പ നിങ്ങളെ ശരീരത്തിൽ അണിഞ്ഞു തരുമ്പോ നാളെ പുതുക്കപ്പെണ്ണാവാനുള്ള സന്തോഷത്തിൽ നിങ്ങൾ സന്തോഷിക്കുമ്പോ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളെ വാപ്പ വീടിന്റെ ഏതോ ഒരു മൂലയിൽ ഇരുന്നിട്ട് ആ ദിവസവും കരഞ്ഞിട്ടുണ്ടേ. കല്യാണം കഴിയുമ്പോ നാളെ കഴിയും, പിന്നെ ഞാനെങ്ങനെ കടബാധ്യത തീർക്കുമെന്ന ചിന്തയിൽ അവര് സങ്കടപ്പെട്ടിട്ടുണ്ടേ. കിടത്തത്തിന്റെ രസമറിയാത്ത നമ്മുടെ ഉപ്പ, അതേ വിശ്രമത്തിന്റെ സമാധാനമറിയാത്ത ഉമ്മ അങ്ങനെ മരണപ്പെട്ടു പോയപ്പോ ഇന്ന് എസിയുള്ള റൂമിൽ കിടക്കുമ്പോ രണ്ടോ മൂന്നോ ഫാനുകൾ നമ്മുടെ മുന്നിൽ കറങ്ങുമ്പോ അവര് കൊണ്ട വെയിലിന്റെ തണലിൽ നമ്മൾ ജീവിക്കുമ്പോ അവരധ്വാനിച്ച സ്ഥലത്ത് വീട് വെച്ച് കിടക്കുമ്പോ ആ ഉമ്മാക്ക് ഒരു ഫാത്തിഹ ഓതാറുണ്ടോ? എല്ലാ തിങ്കളാഴ്ച രാവിലും വെള്ളിയാഴ്ച രാവിലും മരണപ്പെട്ടു പോയ ഉമ്മാന്റെ ആത്മാവ് ആ മരിച്ചിറങ്ങിയ വീട്ടിലേക്ക് കടന്നു വന്നിട്ട് ആ വീട്ടിൽ അവസാന ആളും ഉറങ്ങുവോളും അവിടെ കാത്തിരിക്കും. എന്റെ മക്കൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? അവസാനമൊന്നും കിട്ടാതെ എല്ലാവരും ഉറങ്ങിയിട്ട് മടങ്ങുമ്പോ ആത്മാവ് വിലപിക്കും, മക്കളെ ഞാനല്ലേ നിങ്ങളെ ഡ്രസ് അലക്കിയത്, ഞാനല്ലേ നിങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി തന്നത്, മക്കളെ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചപ്പോ എന്റെ നിസ്കാരം ഖളായപ്പോ ആ ഖളാഇന്റെ ഇടപാട് ഞാനും റബ്ബും ഇപ്പോഴും തീർന്നിട്ടില്ല. ഒരു കാരക്കച്ചീളെങ്കിലും നൽകിയിട്ട് എന്റെ നരകപ്പത്തെ ഒന്ന് മോചിപ്പിക്കാമോ? ഇബ്നു അറബി തങ്ങൾ ഇത് വിവരിക്കുന്നുണ്ട്. എന്റെ ഉമ്മമാരെ, എന്റെ ഉപ്പ
ഉപ്പമാരെ വർഷാവർഷം വെഡിങ് ആനിവേഴ്സറി നടത്തുന്നുണ്ട്. എല്ലാ പേരമക്കളുടെയും ബർത്ത്ഡേക്ക് കേക്ക് മുറിക്കുന്നുണ്ട്. എല്ലാവരെയും വിളിച്ചു വരുത്തുന്നുണ്ട്. എന്റെ വാപ്പ മരിച്ച ദിവസം ഇന്നാണെന്ന് പറഞ്ഞ് എല്ലാ പേരമക്കളെയും വിളിച്ചു വരുത്തിയിട്ട് ആ വാപ്പ ജീവിക്കാൻ എടുത്ത അധ്വാനം പേരമക്കളോടെന്ന് പറഞ്ഞ് ഒരു മൗലിദും ഒരു യാസീനും ഓതിയിട്ട് ആ വാപ്പാക്ക് ഹദിയ ചെയ്യാറുണ്ടോ? എന്റെ ഉപ്പമാരെ മക്കളെ കൈയൊന്ന് പിടിച്ചിട്ട് മോനെ ഉപ്പ കിടക്കുന്ന ഖബറിതാണെന്ന് പറഞ്ഞിട്ട് ആ ഖബറിന്റെ സമീപത്ത് കൊണ്ടുപോയി ആ മക്കളെ സിയാറത്ത് ചെയ്യിപ്പിക്കാറുണ്ടോ? നമ്മുടെ എത്ര മക്കൾക്ക് എന്റെ വാപ്പാന്റെ ഖബർ അറിയും? എന്റെ ഉമ്മമാരെ പണ്ടുകാലം ജുമുഅക്ക് പോകുമ്പോ ഉമ്മാന്റെ ഒരു വർത്തമാനമുണ്ട്, മോനെ വല്യാപ്പന്റെ ഖബറിൽ പോകണം, വല്യുമ്മാന്റെ ഖബറിൽ പോകണം. ഇന്ന് ജുമുഅ നിസ്കാരം കഴിഞ്ഞ് പള്ളിക്കാട്ടിലേക്കൊന്ന് നോക്കുമ്പോ താടി നരച്ച കുറച്ചാളുകളെ മാത്രം അവിടെ കാണുന്നുവെന്നല്ലാതെ നമ്മുടെ മക്കളെ ഖബർ സിയാറത്തിനു കാണുന്നില്ലല്ലോ. അതുകൊണ്ട് മരണപ്പെട്ടവരെ ഓർക്കണം, അവർക്ക് വേണ്ടി നന്മകൾ ചെയ്യണം. അതല്ലേ അല്ലാഹുവിന്റെ ഹബീബ് അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ഹബീബിന്റെ സന്തത സഹചാരിയായിട്ട് പോലും മകനോട് നന്മകൾ ചെയ്യാൻ വസിയത്ത് ചെയ്യുമ്പോ ആ മക്കളെ കൊണ്ട് നമുക്കും രക്ഷ വേണ്ടേ ഉമ്മ? അതേ അല്ലാഹുവിൽ അർപ്പിക്കണം. ഈ അടുത്ത് നമ്മുടെ അടുത്ത പ്രദേശമല്ലേ തെന്നല എന്ന പ്രദേശം. ആ 2 ആഴ്ചയിൽ 2 മക്കളാണ് ഇവിടെ ആത്മഹത്യ ചെയ്തത്. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവിലുള്ള വിശ്വാസം മക്കളിൽ കുറയുമ്പോ, പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോ ആ പ്രയാസം എന്റെ റബ്ബ് തീർത്തു തരുമെന്ന് വിശ്വസിക്കുന്നതിനു പകരം കേവലം ഭൗതികതയിൽപ്പെട്ട് ജീവിതത്തെ അങ്ങനെ മനസ്സിലാക്കുമ്പോ അതാണ് ഹബീബ് പറഞ്ഞത്, അഫ്ഇദതുഹും മിസ്ലു അഫ്ഇദത്തി ത്വയ്ർ. പക്ഷികളുടെ ഹൃദയം പോലെ ഏതു വിഷമഘട്ടങ്ങളിലും അല്ലാഹുവിനെ തവക്കുലാക്കണം. രണ്ടാമത് പക്ഷിക്കുള്ള സ്വഭാവം റിഖ്ഖത്തുൽ ഖൽബാണ്, നല്ല മൃദുലമുള്ള ഹൃദയമാണ്, ഒരാളോടും പകയില്ലാത്ത സ്വഭാവമാണ്. എന്റെ ഉപ്പമാരെ റജബല്ലേ വന്നത്, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിനെന്ന് ദുആ ചെയ്യുമ്പോ, റമദാനിലെത്താൻ വേണ്ടി ആശിക്കുമ്പോ, എന്റെ ശരീരം റമദാനിലേക്ക് എത്തുമ്പോ എനിക്കൊരാളോടും പകയില്ല എന്ന് നമുക്ക് പറയാൻ കഴിയണം, വിഷമമില്ല എന്ന് നമുക്ക് ഉദ്ധരിക്കാൻ കഴിയണം. അങ്ങനെ നല്ല മനസ്സോടെ നമുക്ക് പെരുമാറണം. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് തങ്ങളുടെ സ്വഭാവത്തെ കുറിച്ച് ആയിഷ ബീബി റളിയല്ലാഹു അൻഹയോട് ഒരു സ്വഹാബി വന്ന് ചോദിക്കുമ്പോ ആയിഷ ബീബിയോടുള്ള ചോദ്യം ഇതാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് വീട്ടിലെത്തിയാൽ ഹബീബിന്റെ സ്വഭാവം എന്താണ്? ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് വീട്ടിലെത്തുമ്പോ ഞങ്ങൾക്ക് വേണ്ടി പാത്രങ്ങൾ എടുത്തു കൊണ്ടുപോയി ആടിന്റെ സമീപത്ത് പോയിട്ട് ആടിന്റെ പാൽ കറന്ന് ഞങ്ങളെ പാല് കുടിപ്പിക്കും. രണ്ടാമത്തെ സ്വഭാവം, വീട്ടിൽ പൊട്ടിയ ബക്കറ്റുകളെല്ലാം നന്നാക്കി തരും, ഞങ്ങളുടെ പൊട്ടിയ ചെരുപ്പെല്ലാം കുത്തി വൃത്തിയാക്കി തരും. നാലാമത്തെ സ്വഭാവം, വീടിന്റെ മുറ്റമെല്ലാം ഹബീബ് അടിച്ചു വൃത്തിയാക്കി തരും. അഞ്ചാമത്തെ
രണ്ടാമത്തത് ആയിഷ ബീവി പറയാണ്, വാങ്ങ് കൊടുത്താൽ പിന്നെ വീട്ടിൽ കാണാറില്ല. ആയിഷ ബീവി റളിയല്ലാഹു അൻഹു പറഞ്ഞു വെക്കുന്നത്, ഭർത്താവാകുന്ന മുത്തുനബി വീട്ടിലുണ്ടാകുമ്പോ ഭാര്യമാരാകുന്ന ഞങ്ങൾക്ക് പണി കുറവാണെന്നാണ്, ഞങ്ങൾക്ക് റിസ്ക് കുറവാണെന്നാണ്. എന്റെ ഉപ്പമാരെ, എന്റെ വഴല് കേൾക്കുന്ന യുവാക്കളെ, ഞാനും നിങ്ങളും നമ്മുടെ വീട്ടിലുണ്ടാകുമ്പോ എന്റെ ഭാര്യക്ക് പണി കൂടുകയാണോ ചെയ്യുന്നത്, അതല്ല കുറയുകയാണോ ചെയ്യുന്നത് എന്നാലോചിക്കണം. ഹബീബിനെക്കാളും തിരക്കുള്ള ഒരാള് ലോകത്തില്ലല്ലോ. അതുകൊണ്ട് വീട്ടിൽ ഭാര്യക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഈ ഹദീസ് എടുത്ത് ഇമാമുൽ ഗസ്സാലി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുകയാണ്. അതേ വീട്ടിൽ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോ ആ കഴിച്ച ഭക്ഷണത്തിന്റെ പാത്രം കഴിച്ചവര് തന്നെ വൃത്തിയാക്കുക എന്നത് സ്നേഹം കൂടാനുള്ള നിമിത്തമാണ്. ഇതൊക്കെ നമുക്ക് പറ്റുന്നതാണ്. അല്ലാഹുവിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിലുണ്ടാകുമ്പോൾ ഞങ്ങൾക്ക് റിസ്ക് കുറവാണെന്നാണ് ആയിഷ ബീവി റിഖത്തുൽ ഖൽബാണ്. എന്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, നമ്മുടെ ഭാര്യമാർക്ക് അവസ്ഥ മനസ്സിലാക്കി പെരുമാറാൻ നമുക്ക് കഴിയണം. നമ്മളിപ്പോ പുറത്ത് ചിലപ്പോ നമ്മൾ വലിയ ആളുകളായിരിക്കും, അതേപോലെ എല്ലാവർക്കും നല്ലെല്ലാം ചെയ്യുന്നവരായിരിക്കും. പക്ഷെ വീട്ടിലെത്തിയാൽ പുറത്ത് നമ്മൾ എല്ലാ പ്രവർത്തനങ്ങൾക്കുണ്ട്, എല്ലാ വേദന മാറ്റാനുണ്ട്, മറ്റുള്ളവരെല്ലാം ശരിയാക്കാനൊക്കെ ഉണ്ട്, എല്ലാ ഹെൽപ്പിനുണ്ട്. പക്ഷെ വീട്ടിൽ ഒരു ഹെൽപ്പിനും നമ്മളെ കിട്ടുന്നില്ലെങ്കിൽ നമ്മുടെ പ്രവർത്തനം ആത്മാർത്ഥമല്ല. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതേ മുത്തുനബി തങ്ങൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ പഠിപ്പിക്കുന്നുണ്ട്. അലിയാർ തങ്ങളുടെ കൂടെയുള്ള വിവാഹത്തിന്റെ അന്ന് ഫാത്തിമ റളിയല്ലാഹു അൻഹ അലിയാർ തങ്ങളെ കൂടെ പറഞ്ഞേക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിമ ബീവിയെ വിളിച്ച്, മോളെ ഫാത്തിമ, ഉമ്മ പറഞ്ഞു കൊടുക്കേണ്ട പലതും പറഞ്ഞു കൊടുക്കാണ്. കാരണം ഫാത്തിമ ബീവിയുടെ ഉമ്മയാകുന്ന ബീവി ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹാ വഫാത്തായിട്ടുണ്ട്. അപ്പൊ ഒരു ഉമ്മാന്റെ റോളും ഹബീബ് നിർവഹിക്കുന്നു. ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, മോളെ, ഇനി നീ അലിയാരിന്റെ ഭാര്യയും കൂടെയാണ്. അലിയാര് തങ്ങളുടെ ഭാര്യയാണ്. ഭാര്യ എന്ന നിലയിൽ നിനക്ക് ഉത്തരവാദിത്വമുണ്ട്. ഒന്നാമത്തത് ഹബീബ് പറയുന്നത്, അലിയാര് തങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് വീട്ടിലേക്ക് കയറി വരുമ്പോൾ വീടിന്റെ പുറത്തേക്ക് അല്പം ഇറങ്ങി നിന്നിട്ട് ഭർത്താവിനെ സ്വീകരിക്കൂ മോളെ. മനഃശാസ്ത്രപരമായ സമീപനമാണ് അല്ലാഹുവിന്റെ ഹബീബ് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു കൊടുക്കുന്നത്. മോളെ സ്വീകരിക്കണം. അത് ഏറ്റവും നല്ല ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സ്നേഹത്തിന്റെ ഏറ്റവും വലിയ നിമിത്തമാണ്. ഭർത്താവ് ഒറ്റക്കാണ് വന്നിട്ടുണ്ട് എന്നതെങ്കിൽ ഭാര്യ തന്നെ പരമാവധി ഇറങ്ങിയിട്ട് ഡോർ തുറന്നു കൊടുക്കുന്ന രൂപത്തിൽ സലാം പറഞ്ഞ് സ്നേഹത്തോടെ കരുതുന്നവരാവണം. രണ്ടാമത്തത് പറയുന്നു, മോളെ, അലിയാരാകുന്ന ഭർത്താവ് അടിച്ചു വെച്ച ചെരുപ്പുണ്ട്. ആ ചെരുപ്പെടുത്തിട്ട് യഥാവിധിയിൽ സൂക്ഷിക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയി വെക്കൂ മോളെ. ഇത് രണ്ടാമത്തെ വസിയത്താണ്, ജസ്റ്റ് പറഞ്ഞു പോവാൻ. മൂന്നാമത്തെ അവിടുന്ന് പറയുന്നു, വീടിന്റെ അകത്തേക്ക് കയറിയിട്ട് ഭർത്താവിന്റെ തോളിലുള്ള ഷോള്, ആ
ഷോളൊന്ന് വാങ്ങിയിട്ട് യഥാസ്ഥാനത്ത് വെക്കുമോളെ. പിന്നെ ചോദിക്കൂ എന്താണ് കഴിക്കാൻ വേണ്ടത്. അങ്ങനെ ഭർത്താവിന്റെ മനസ്സും ശരീരവും സംതൃപ്തമാക്കി നിറക്കൂമോളെ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയോട് ഭാര്യ എന്ന നിലയിൽ ചെയ്തു കൊടുക്കേണ്ടതാണ്. എന്റെ ഈമാനുള്ള ഉമ്മമാരെ, പുതിയ കാലത്ത് നമ്മൾ ആലോചിക്കണം. ഇപ്പൊ ഒരു ട്രെൻഡ് ഉണ്ട്, എല്ലാ പെണ്ണുങ്ങളുടെ കയ്യിലും ഈ കൗണ്ടർ ഉണ്ടാവും. ഒരു സ്വലാത്തിന്റെ ക്യാമ്പയിൻ എന്ന് പ്രഖ്യാപിച്ചാൽ ഒരാഴ്ച കൊണ്ട് 25 ലക്ഷം രൂപ അതിനൊക്കെ റെഡിയാണ്. പക്ഷെ വീട്ടിൽ എങ്ങനെയെന്ന് ചോദിച്ചാൽ, ഭർത്താവിനോട് ഭാര്യയെ കുറിച്ച് ചോദിച്ചാൽ ഒരു പോസിറ്റീവും ഇല്ല. അതേസമയം എന്റെ ഈമാനുള്ള ഉമ്മമാരെ, ലോകത്ത് കിട്ടുന്ന ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റ് നമ്മുടെ ഭർത്താവിന്റെ അംഗീകാരമാണ്. ബേസായി നമ്മൾ നോക്കുമ്പോൾ നമ്മൾ വട്ടപൂജയാണ്. മക്കൾക്ക് നേരാവണ്ണം നല്ല ഭക്ഷണം പോലും ഉണ്ടാക്കി കൊടുക്കാൻ കഴിയാത്ത കാലത്താണ്. ഇപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കും, നമ്മളൊക്കെ നമ്മളെ വീട്ടിലൊക്കെ ഒന്ന് അണുകുടുംബാണ്, അഥവാ നമ്മളും ഭാര്യയും മക്കളേ ഉള്ളൂ. പക്ഷെ എത്ര ആളുകൾ ഫ്രഷായ ഭക്ഷണം കഴിക്കുന്നുണ്ട്. നമ്മൾ ആലോചിക്കണം, ഇന്ന് ഫ്രിഡ്ജും സംവിധാനങ്ങളൊക്കെ ഉണ്ട്. പലപ്പോഴും രാത്രി കഴിക്കുന്നത് ഉച്ചയ്ക്കും അതിന്റെ തലേ ദിവസമൊക്കെ ഉണ്ടായ ചോറാണ് രാത്രി നമ്മൾ കഴിക്കുന്നത്. അതേപോലെ നമ്മുടെ മക്കൾക്ക് പണ്ടുകാലത്ത് ഒരു കുട്ടിക്ക് ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആ ഉമ്മക്കൊരു കണക്കുണ്ട്. കുട്ടിക്ക് കഴിക്കാൻ പറ്റുന്ന കണക്ക് അത് പാത്രത്തിൽ ഇട്ടിട്ട് കുട്ടി കഴിക്കോളം കുട്ടിയെ നടത്തിച്ച് കഴിപ്പിക്കും. പുറത്തൊക്കെ ഇറങ്ങി പൂച്ചയും കാക്കയൊക്കെ കാണിച്ചു കൊടുത്ത് കഴിപ്പിക്കുമായിരുന്നു. ഇന്ന് നമ്മളെ മക്കൾ എങ്ങനെയാണ് നോക്കുന്നത് എന്ന് ആലോചിച്ചു. നമ്മളെ മക്കളെ ആലോചിക്കുകയാണ്, ആവശ്യമുള്ള കുട്ടിയാണ് കഴിക്കൂലേ. പിന്നെന്താ കുട്ടിക്ക് ഇഷ്ടം? അവർക്ക് ഒറിയോ ബിസ്ക്കറ്റ് ആണ് ഇഷ്ടം, അല്ലെങ്കിൽ ഐസ്ക്രീം ആണ് ഇഷ്ടം. അതൊക്കെ ഇഷ്ടമുള്ളത് വാങ്ങിക്കൊടുത്ത് അങ്ങനെ ശമിപ്പിക്കുന്ന കാലം നിങ്ങൾ ആലോചിച്ചു നോക്ക്. ഇന്ന് കുട്ടികൾക്ക് പ്രതിരോധ ശക്തി ഇല്ല. അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ മുട്ട് ശസ്ത്രക്രിയക്ക് വിധേയമാകുന്നത് യുവാക്കളാണ് എന്നാണ് പുതിയ കണക്ക്. അഥവാ കാലിന്റെ ലിഗ്മെന്റ് പോവുക എന്ന് പറയും. ഈ ലിഗ്മെന്റ് പോകുന്നത് ഈ ടർഫുകളിലും മറ്റും കളിക്കുമ്പോ ആ കളിക്കുന്ന സമയത്ത് കാലിന്റെ മുട്ടിനിടയിൽ ഒരു പാട പോലത്തെ ഒരു തരുണാസ്ഥി ഉണ്ട്. ഈ തരുണാസ്ഥി പലപ്പോഴും കംപ്ലൈന്റ് ആവുന്നത് ആവശ്യമായ രൂപത്തിൽ എല്ലിനാവശ്യമായ കാൽസ്യം നമ്മുടെ മക്കൾക്ക് കുറവുള്ളത് കൊണ്ടാണ്. ഇന്ന് വയസ്സായ ആളുകളെക്കാളും കൂടുതൽ മുട്ടുരോഗത്തിന് വിധേയമാകുന്നത് യുവാക്കളാണ്. കാരണം ആവശ്യമായ നല്ല ഭക്ഷണം നമ്മുടെ മക്കൾക്ക് ലഭിക്കുന്നില്ല. എന്റെ ഈമാനുള്ള ഉമ്മമാരെ, നമ്മൾ ആലോചിക്കണം, നമ്മുടെ മക്കൾക്ക് നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കൽ നല്ല ഇബാദത്താണ്. നമ്മൾ വിചാരിച്ച അതൊക്കെ റിസ്ക് ആണ് എന്നാണ്. നമ്മൾ വിചാരിച്ചത് നോമ്പ് നോൽക്കൽ മാത്രമാണ് ഇബാദത്ത്, നിസ്കരിക്കൽ മാത്രമാണ് ഇബാദത്ത്. നമ്മുടെ മക്കൾക്ക് നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കൽ ഏറ്റവും നല്ല ഇബാദത്താണ്. അതുകൊണ്ട് ആ രൂപത്തിൽ നമ്മുടെ മക്കളെ പരിപാലിക്കാൻ കഴിയണോ? അതേപോലെ മക്കൾക്ക് ശുദ്ധിയും അശുദ്ധിയെ കുറിച്ചുള്ള ഗൗരവമുള്ള ചിന്തകൾ കൊടുക്കണം. ഇപ്പൊ നമ്മുടെ വീടുകളിലൊക്കെ വാഷിംഗ് മെഷീൻ ഉണ്ട്. ആ വാഷിംഗ് മെഷീനിന്റെ പിന്നിൽ നമ്മുടെ മക്കളുടെ വസ്ത്രം ഇടാറുണ്ട്. ആ വസ്ത്രമെല്ലാം ഇട്ടിട്ട് വെള്ളവും ചെന്നിട്ട് സോപ്പ് പൗഡറും ഇടുമ്പോൾ ആ വെള്ളത്തിലേക്കാണ് എന്റെ കമീസും കൊണ്ടുപോയിട്ട് എന്റെ ഭാര്യ ഇടുന്നതെങ്കിൽ ആ മക്കളുടെ വസ്ത്രത്തിൽ നജസുറപ്പാണ്. ആ വസ്ത്രം മുങ്ങിയ വെള്ളം നജസാണ്. ആ വെള്ളത്തിലേക്കാണ് എന്റെ കമീസും കൊണ്ടുപോയിടുന്നത്. എന്റെ കമീസും മുഴു നജസാണ്. എന്നിട്ട് എന്ത് ചെയ്യും? ഇപ്പൊ വാഷിംഗ് മെഷീനിൽ തന്നെ ചില സംവിധാനങ്ങളുണ്ട്. ആ സംവിധാനത്തിൽ മാത്രം ഒതുക്കിയിട്ട് ഈ വസ്ത്രം ചിക്കിയിട്ടിട്ട് ഉണക്കി ഇസ്തിരിയിട്ട് കണ്ടു തരും. പണ്ട് കാലങ്ങളിൽ ഉമ്മമാർ അലക്കുന്ന സമയത്ത് ഒതുക്കള്ളം പാരാന്ന് പറഞ്ഞൊരു സ്വഭാവം തന്നെ ഉണ്ടായിരുന്നു. എത്രയായാലും ഓരോന്നും അലക്കുന്ന സമയം എത്ര ശ്രദ്ധിച്ചാണ്. എന്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, ഈ ഖമീസ് ഇട്ടിട്ട് ഞാൻ തറാവീഹ് 20 അല്ലെങ്കിൽ 40 സ്കരിച്ചാലും അള്ളാന്റെ അടുത്ത് ഉണ്ടാവൂല.
അതുകൊണ്ട് റമദാനാണ് വരുന്നത്, ശുദ്ധിയെ കുറിച്ച് നന്നായി പഠിപ്പിക്കണം. ആ പണി നമ്മൾ ആലോചിക്കണം. പണ്ട് ആ സമയത്ത് ഓരോ വസ്ത്രവും എടുത്ത് അലക്കി വൃത്തിയാക്കി ഓരോന്നിലും വെള്ളം ഒലിപ്പിച്ചിട്ട് അത് പിഴിഞ്ഞ് പ്രത്യേകമായ മറ്റൊരു അയലിൽ വെച്ചിട്ട് അത് പ്രത്യേകമായി ചിക്കി വെച്ച് നിസ്കരിക്കുന്ന വസ്ത്രമാണെങ്കിൽ കാക്കയും മറ്റും ഇരിക്കുന്നതും ഇങ്ങനെ അവർ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അത്രയും ശുദ്ധിയുടെ വിഷയത്തിൽ പേടിയായിരുന്നു. അതുകൊണ്ട് എന്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, വിശുദ്ധ റമദാനിന്റെ മുന്നേ നമ്മുടെ മനസ്സുകൾ നമ്മൾ ഒരുക്കി വെക്കണം, നമ്മുടെ ശരീരത്തെ നമ്മൾ ഒരുക്കി വെക്കണം. അതേപോലെ നമ്മുടെ ശരീരം ഒരുക്കി വെക്കുന്നതിൽ ഏറ്റവും പ്രധാനം നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബങ്ങളെയും അതിനു വേണ്ടി നമ്മൾ ഒരുക്കി വെച്ച് നമ്മുടെ മക്കളോട് തുറന്നു സംസാരിച്ച് നല്ല റിഖത്തുൽ ഖൽബിന്റെ ആളുകളായി നമ്മൾ മാറണം. അല്ലാഹു അതിനുള്ള തൗഫീഖ് നൽകട്ടെ. മൂന്നാമത്തെ സ്വഭാവം പക്ഷിയുടെ ഹൃദയത്തിലുള്ളത് അൽ ഖൗഫ്. ആ പക്ഷിക്കുള്ളത് എപ്പോഴും ജാഗ്രതയും പേടിയുമാണ്. ഏത് നിമിഷത്തിലും ജാഗ്രതയോടുകൂടെ മാത്രമേ, ശ്രദ്ധയോടുകൂടെ മാത്രമേ പക്ഷി സഞ്ചരിക്കുകയുള്ളൂ. അതുകൊണ്ട് മുഅ്മിനായ മനുഷ്യൻ എപ്പോഴും അവന്റെ ജീവിതത്തിൽ ആവശ്യമാണ് നല്ല പേടിയും ജാഗ്രതയും. അത് അൽ ഖൗഫു മിനല്ലാഹിൽ ജലീൽ, അല്ലാഹുവിനെ കുറിച്ചുള്ള പേടിയാണ് ഏറ്റവും പ്രധാനം. അല്ലാഹുവിനെ കുറിച്ചുള്ള പേടിയാണ്. അതുകൊണ്ടാണ് ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയാണ്, ഒരു മനുഷ്യന്റെ ഈമാൻ അധിക മനുഷ്യരുടെയും ഈമാൻ പിഴക്കുന്നത് ആ മനുഷ്യന്റെ മരണത്തിന്റെ സമയത്താണ്. ആ മനുഷ്യന്റെ മരണത്തിന്റെ സമയത്താണ്. മഹാനായ ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു അവിടുത്തെ തദ്കിറയിൽ പറയുന്നുണ്ട്, ഒരു മനുഷ്യൻ മരിക്കുന്ന സമയത്ത് 300 വാളുകളെ കൊണ്ട് ഒരുമിച്ച് വെട്ടുന്ന വേദനയാണ്. ആ വേദന അനുഭവിക്കുന്ന ഒരാളുടെ മുന്നിൽ വാപ്പാന്റെ രൂപത്തിൽ ശൈത്താൻ വരും, ഉപ്പന്റെ രൂപത്തിൽ ശൈത്താൻ വരും. എന്നിട്ട് ആ ഉമ്മയും വാപ്പയും പറയുന്നത് പോലെ ശൈത്താൻ പറയും, മോനെ, ഉമ്മയും വാപ്പയും വിശ്വസിച്ചതുപോലെ പിഴക്കാൻ നിൽക്കരുത്, നിന്റെ വിശ്വാസം മാറ്റണം. ഇത്ര വേദന അനുഭവിക്കുന്ന ഒരാളെ മുന്നിൽ ഉമ്മാന്റെയും ഉപ്പാന്റെയും രൂപത്തിലുള്ള ആൾ പറഞ്ഞാൽ മനുഷ്യൻ മാറാതിരിക്കുമോ? അതുകൊണ്ട് അൽ ഖൗഫു മിനല്ലാഹിൽ ജലീൽ, അതിലേറ്റവും പ്രധാനം എന്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, വിശുദ്ധമായ റമദാനിന്റെ മുന്നോടിയായുള്ള റജബ് മാസം, ആ റജബ് മാസത്തിൽ നമ്മുടെ ഖൽബുകളിൽ അല്ലാഹുവിനോടുള്ള പേടിയിൽ നിറച്ചിട്ട് ആ റബ്ബിനു വേണ്ടി ഒരുങ്ങാനുള്ള മനസ്സ് നമ്മൾ പാകപ്പെടുത്തണേ. ഇമാം ഖുർത്തുബി റഹിമത്തുള്ളാഹി അലൈഹി അവിടുന്ന് പറയാണ്, അതിലേറ്റവും പ്രധാനം അവന്റെ ജീവിതത്തെ വിശുദ്ധ ഖുർആനുമായി കൂട്ടിക്കെട്ടലാണ്. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ വീടുകളില്ലേ? ആ വീടുകളിൽ എല്ലാത്തിനും എല്ലാ സംവിധാനങ്ങളുമുണ്ട്. പക്ഷേ നമ്മുടെ വീട്ടിൽ ഖുർആൻ വെക്കുന്നതിന് മാത്രം മതിയായ സുരക്ഷിതമായ പവിത്രമായ ഒരു സ്ഥലം വീട്ടിലുണ്ടോ? എന്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, എല്ലാം വില കൂടിയ ഉപകരണങ്ങൾ മാത്രം നമ്മൾ ഉപയോഗിക്കുന്നു. നമ്മുടെ മക്കൾ മദ്രസയിൽ പഠിക്കുന്നുണ്ട്. പല മക്കളും മദ്രസ കഴിഞ്ഞാൽ അവരുടെ പുസ്തകത്തിന്റെ ബാഗ് ടേബിളിലോ മറ്റോ ഒരേറാണ്. അവരുടെ പുസ്തകത്തിന്റെ കൂടെ വിശുദ്ധ ഖുർആനുണ്ട്. ആ ഖുർആൻ പലപ്പോഴും മറ്റു പുസ്തകത്തിന്റെ അടിയിൽ വരുമ്പോ ആ വീട്ടിൽ ബറക്കത്ത് വരൂല. അല്ലാമ ഹാറൂൻ റഷീദ് റഹിമത്തുള്ളാഹി അലൈഹി, മഹാനരായ ഹാറൂൻ റഷീദ് തങ്ങൾ ഭരണം നടത്തുന്ന സമയത്ത് ഇറാഖിൽ വേണ്ട രൂപത്തിലുള്ള ക്ഷേമം നൽകപ്പെടാനായപ്പോ എത്ര സമ്പത്ത് ഇറാഖിൽ അയച്ചിട്ടും ആവശ്യം
ആവശ്യമായ ഐശ്വര്യം വരുന്നില്ല. ഇറാഖിലെ ഗവർണർക്ക് എപ്പോഴും പരാതിയാണ്, ഉസ്താദെ പണം തികയുന്നില്ല. ആ സമയം അമീറിനോട് പരാതി പറഞ്ഞപ്പോ ഹാറൂൺ റഷീദ് തങ്ങൾ പറഞ്ഞു, അങ്ങനെ പണം തികയണില്ലെങ്കിൽ നാളെ ഞാൻ ഇറാഖിന്റെ അങ്ങോട്ട് വരുന്നുണ്ട്. എന്നിട്ട് ഹാറൂൺ റഷീദ് തങ്ങൾ ഇറാഖിലേക്ക് വന്നിട്ട് പണം വെക്കുന്ന ഖജാന തുറന്നപ്പോ ആ സമയത്ത് ഗവർണർക്ക് ഹാറൂൺ റഷീദ് അയച്ച ഒരു കത്തുണ്ട്. ഖജനാവിന്റെ ഏറ്റവും മുകളിൽ വിശുദ്ധ ഖുർആൻ വെക്കണമെന്ന് ഖലീഫയുടെ ഓർഡറാണ്. ആ ഖുർആൻ വെച്ചിട്ടുണ്ട്. പക്ഷേ ആ ഖുർആനിന്റെ മുകളിൽ ഗവർണർക്ക് രാജാവ് അയച്ച കത്ത് വെച്ചിരിക്കുകയാണ്. ഹാറൂൺ റഷീദ് തങ്ങൾ വേഗം ഗവർണറെ സസ്പെൻഡ് ചെയ്തു. ഇറാഖിൽ ഐശ്വര്യമില്ലാത്തത് ഇറാഖിന്റെ ഏറ്റവും മുഖ്യമായ സ്ഥലത്ത് വിശുദ്ധ ഖുർആൻ അവമതിക്കപ്പെട്ടത് കൊണ്ടാണെന്ന് മഹാനവറുകൾ മനസ്സിലാക്കുകയാണ്. എന്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, നമ്മുടെ വീടുകളിൽ വളരെ പ്രധാനത്തോടുകൂടെ നമ്മൾ ആലോചിക്കേണ്ടതാണ് വിശുദ്ധ ഖുർആനിന്റെ സ്ഥാനം. എല്ലാ സംവിധാനങ്ങൾ ഉണ്ടാക്കുമ്പോ ഏറ്റവും മുന്തിയ ഉപകരണങ്ങളെ കൊണ്ട് തന്നെ വീടിന്റെ ഏറ്റവും നല്ല സ്ഥലത്ത് നല്ലൊരു ഷെൽഫ് ഉണ്ടാക്കണം. അതിൽ എന്താണ് വേണ്ടത്? എന്റെയും മക്കളുടെയും എല്ലാവരുടെയും ഖുർആൻ അതിൽ വെക്കണം. അങ്ങനെ ഖുർആൻ വെക്കുമ്പോ ആ ഖുർആനിലാണ് നമ്മുടെ മരണം വരെയുള്ള ഒത്തു വേണ്ടത്. അങ്ങനെ ഓതിയിട്ട് മരിക്കുന്നതിന്റെ മുന്നേ നമ്മൾ വാങ്ങിയ ഖുർആനിൽ 100 ഖത്മെങ്കിലും നമുക്ക് തീർക്കാൻ കഴിയണേ. അങ്ങനെ ഒരൊറ്റ ഖുർആൻ ഉപയോഗിക്കുന്ന പ്രവണത നമുക്ക് വേണം. എന്റെ ഉമ്മമാരെ, ഉപ്പമാരെ, അങ്ങനെ ഒരു ഖുർആൻ ഉണ്ടാകുമ്പോ ഏതെങ്കിലും ഒരു ദിവസം നമ്മുടെ വീടിന്റെ ഒരു റൂമിൽ വെള്ളം പുതച്ച് നമ്മൾ കിടക്കുമ്പോൾ എല്ലാവരും കരയും, ഉറപ്പാണ്. അപ്പുറത്തെ റൂമിൽ ഭാര്യ കരയുന്നുണ്ടാവും, അല്ലെങ്കിൽ ഭർത്താവ് കരയുന്നുണ്ടാവും, മക്കള് കരയുന്നുണ്ടാവും. ആ കരച്ചിൽ കൊണ്ടൊന്നും നമുക്ക് പ്രയോജനമില്ല. പക്ഷേ നമുക്ക് പ്രയോജനമുള്ള ഒരു കരച്ചിലുണ്ട്. എല്ലാ ദിവസവും നമ്മൾ എടുക്കുന്ന ഖുർആനില്ലേ, ആ ഖുർആനതാ നമ്മുടെ ജനാസ അതാ വീട്ടിൽ നിന്നിറക്കുമ്പോ തൊട്ടടുത്ത ദിവസം ഇതേ ഖുർആൻ പിടിക്കാൻ എന്നും പിടിക്കുന്ന നമ്മളില്ലാതെ വരുമ്പോൾ ആ ഖുർആൻ കരയുമല്ലോ. എല്ലാ ദിവസവും ഇയാളുടെ കൈവെള്ളയിലാണ് ഞാൻ ഇരിക്കാറുള്ളത്. ആ മനുഷ്യന്റെ കൂടെ എനിക്കും ഖബറിൽ പോകാൻ അവസരം തരണം അല്ലാഹ്. ഈ മനുഷ്യന്റെ ഖബറിൽ വെളിച്ചമായി ഖുർആൻ എത്തുമെന്ന ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഖൗഫു മിനൽ ജലീൽ, അതിനേറ്റവും പ്രധാനം വിശുദ്ധ ഖുർആനുമായി നമ്മുടെ ഹൃദയത്തെ ബന്ധിക്കലാണ്. വിശുദ്ധ ഖുർആനുമായി നമ്മുടെ ഹൃദയത്തെ ബന്ധിക്കലാണ്. ഞാൻ നിർത്തുകയാണ്. മഹാനരായ സാബിത്ത് ബിൻ അസ്ലം റളിയല്ലാഹു അൻഹു, മഹാനരായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനാണ്. ഹദീസുകളിൽ മിക്കവാറും ഹദീസുകളിൽ മഹാനരായ സാബിത്ത് ബിൻ അസ്ലം റളിയല്ലാഹു അൻഹുവിനെ കാണാൻ കഴിയും. ആ സാബിത്ത് ബിൻ അസ്ലം റളിയല്ലാഹു അൻഹു അതാ അവിടുന്ന് മരിച്ചു കഴിഞ്ഞപ്പോൾ സ്വഹാബത്തെടുത്ത് മഹാനവറുകളെ കുളിപ്പിച്ച് കഫൻ ചെയ്ത സമയത്ത് സ്വഹാബത്ത് പറയാണ്, സാബിത്ത് ബിൻ അസ്ലം റളിയല്ലാഹു അൻഹു ഒരു ദിവസം 300 റക്അത്ത് നിസ്കരിച്ചിട്ട് ആ നിസ്കാരത്തിൽ വിശുദ്ധ ഖുർആൻ ഓതി തീർക്കുന്ന മഹാനാണ്. സാബിത്ത് ബിൻ അസ്ലം റളിയല്ലാഹു അൻഹു അങ്ങനെ ഇരിക്കുന്ന സമയം സ്വഹാബത്ത് പറയാൻ,
സാബിത്ത് ഇബ്നു അസ്ലം റളിയല്ലാഹു അൻഹു വഫാത്തായ സമയത്ത് സ്വഹാബത്തിന് പലപ്പോഴും തുരന്നുണ്ടാക്കിയ ഖബറാണ് ഉണ്ടായിരുന്നത്. പക്ഷേ സാബിത്ത് ഇബ്നു അസ്ലം റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ അന്ന് നമ്മുടെ നാട്ടിലുള്ളതുപോലെ കുഴിച്ചു വെക്കുന്ന ഖബറാണ്. മഹാനവറുകളെ ഖബർ കുഴിച്ചു വെച്ചിട്ടുണ്ട്. നിസ്കാരം കഴിഞ്ഞ് സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ ആ ഖബറിൽ വെച്ച് മൂടുകൾ ഓരോന്നായി വെക്കുമ്പോൾ അവസാനത്തെ മൂടുകളിലും വെച്ച് ഖബർ പൂർണ്ണമായപ്പോ വെച്ചിരുന്ന ഒരു മൂടുപലക പൊട്ടിയിട്ട് ഖബറിനുള്ളിലേക്ക് വീണുപോവുകയാണ്. അബ്ദുൽ ഗനി അൻ-നാബൽസി റഹിമത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുന്നു, ആ സമയം സാബിത്ത് ഇബ്നു അസ്ലം റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിന്റെ മൂടുകലക പൊട്ടിയപ്പോ ആ മൂടുകല്ലൊന്ന് എടുക്കാൻ വേണ്ടി നോക്കിയപ്പോ മഹാനവർകൾ ഖബറിൽ നിന്ന് നിസ്കരിക്കുകയാണ്. ഖബറടക്കം പൂർത്തിയാകുന്നതിന്റെ മുന്നേ തന്നെ മഹാനവർകൾ നിസ്കരിക്കുകയാണ്. കാരണം മഹാനവർകൾ ജീവിതകാലത്ത് അവിടുന്ന് 300 റക്അത്ത് ഒരിക്കൽ നിസ്കരിക്കുന്നുണ്ട് ഒരു ദിവസം. അപ്പോഴാണ് സ്വഹാബത്ത് ഖബറടക്കം കഴിഞ്ഞിട്ട് അവിടുത്തെ മകളുടെ സമീപത്ത് പോയി രംഗം വിശദീകരിച്ചു. ആ സമയം മഹാനവറുകളുടെ മകള് പറഞ്ഞു, എന്റെ വാപ്പ എല്ലാ നിസ്കാരത്തിലും വിശുദ്ധ ഖുർആൻ ഓതിയിട്ട് ആ നിസ്കാരം പൂർത്തിയാക്കുമ്പോ എന്റെ ഉപ്പയുടെ ദുആ, അല്ലാഹുവേ ഞാൻ ജീവിതകാലത്ത് ഒരുപാട് നിസ്കരിക്കുന്നു, എനിക്ക് ഖബറിലും നിസ്കരിക്കാനുള്ള അവസരം തരണേ അല്ലാഹ് എന്ന് മഹാനരായ സാബിത്ത് ഇബ്നു അസ്ലം റളിയല്ലാഹു അൻഹു അതേ ഞങ്ങളുടെ ഉപ്പ ദുആ ചെയ്യാറുണ്ടായിരുന്നുവെന്ന് അവിടുത്തെ പ്രിയപ്പെട്ട മക്കള് വിശദീകരിക്കുകയാണ്. അതുകൊണ്ട് എന്റെ ഈമാനുള്ള ഉപ്പമാരെ, റജബിൽ തന്നെ വിശുദ്ധ ഖുർആനുമായി നന്നായി ഇടപഴകണം. അതേപോലെ നമുക്ക് സ്വന്തമായി ഒരു ഖുർആനുണ്ടോ എന്ന് നോക്കിയിട്ട് ഞാൻ അധ്വാനിച്ച പണം കൊണ്ട് വിശുദ്ധ ഖുർആൻ ഞാൻ വാങ്ങിയിട്ട് എന്റെ മരണം വരെ ഖുർആനിൽ എടുത്തു നോക്കി ഓതിയിട്ട് ഞാൻ വീട്ടിൽ നിന്ന് പള്ളിയിൽ പോകുമ്പോ ഒതുവെടുത്താണ് ഞാൻ പള്ളിയിൽ പോകുന്നത്. പള്ളിയിൽ പോകുമ്പോഴും എന്റെ ഖുർആൻ നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് പോകണം. പള്ളിയിൽ വെച്ച് ഓതുമ്പോഴും നമ്മുടെ ഖുർആനിലാവട്ടെ നമ്മുടെ ഒത്ത്. ആ പള്ളി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുമ്പോഴും ആ ഖുർആനൊന്ന് ഹൃദയത്തോട് ചേർത്ത് വെച്ച് വീട്ടിൽ നിന്ന് പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് പോകുമ്പോ വീട്ടിൽ നിന്നുള്ള ഖുർആൻ പാരായണവും നമ്മുടെ വിശുദ്ധ മുസ്ഹഫിൽ തന്നെയാവട്ടെ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹദീസ് വിശദീകരിക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് 16 വർഷം കൊണ്ട് ക്രോഡീകരിച്ച ഗ്രന്ഥമാണ് സ്വഹീഹുൽ ബുഖാരി. മഹാനായ ഇമാം ബുഖാരി തങ്ങളുടെ ഉസ്താദ്, മഹാനവറുകളുടെ ഉസ്താദ് എപ്പോഴും ഖുർആൻ ഓതുന്ന മഹാനാണ്. ഖുർആൻ ഓതുന്ന സമയത്താണ് ഇശാ നിസ്കാരം കഴിഞ്ഞ് മഹാനവറുകൾ റൂമിൽ പോയാൽ വിശുദ്ധ ഖുർആൻ ഓതിയിട്ട് 3 രാത്രിയിൽ ഒരു ഖത്ം ഓതുകയാണ്. ആ സമയത്താണ് മഹാനവറുകൾ അദ്ദേഹത്തിന്റെ കാലിന് വലിയ വേദന അനുഭവപ്പെടുന്നത്. വേദന അനുഭവപ്പെട്ട മഹാനവറുകൾക്ക് നടക്കാൻ പ്രയാസമായപ്പോൾ മഹാനവറുകൾ അതാ ഡോക്ടർമാരുടെ സമീപത്തേക്ക് ചികിത്സക്ക് വേണ്ടി ചെന്നു.
കഴിയുന്ന സമയത്ത് എല്ലാ വൈദ്യന്മാരും വിധി എഴുതുകയാണ്. അല്ലയോ ഉസ്താദേ, നിങ്ങളെ കാലിൽ ആക്കിലത്താണ്. ആക്കിലത്ത് എന്ന് പറഞ്ഞാൽ കാലിന്റെ ഉള്ളിൽ പുഴു കേറിയിട്ട് ആ കാല് മുഴുവനും ഇൻഫെക്ഷൻ ബാധിച്ചിട്ടുണ്ട്. അപ്പൊ പിന്നെന്താണ് വഴിയുള്ളത്? അവിടുന്ന് പറഞ്ഞു കാല് മുറിച്ചു മാറ്റലാണ്. ആ സമയം മഹാനവറുകൾ പറഞ്ഞു ഇല്ല ഇല്ല, കാരണം എന്റെ ശരീരത്തിൽ കിടക്കുന്ന അവയവം അതങ്ങ് മുറിച്ചു മാറ്റുമ്പോ എന്റെ ബോഡി ഖബറിലെത്തും മുമ്പ്, എന്റെ കാല് ഖബറിലെത്തുമ്പോൾ ആ കാലുകൊണ്ട് ഞാൻ ചെയ്ത ഹറാമേറ്റു പറയുമ്പോ പിന്നെ റബ്ബെന്നെ പരിഗണിക്കില്ലല്ലോ. ആ സമയം ശിഷ്യന്മാരതാ വ്യത്യസ്തങ്ങളായ വൈദ്യന്മാരെ കൊണ്ടുവരുന്നു. വ്യത്യസ്തങ്ങളായ വൈദ്യന്മാർ എല്ലാവരും ചികിത്സിക്കാൻ, എല്ലാവർക്കും ഒരൊറ്റ മറുപടിയാണ്, കാല് മുറിക്കണം. അവിടുന്ന് പറഞ്ഞു എന്നാൽ അങ്ങനെ ചെയ്യാം, കാല് മുറിച്ചു കഴിഞ്ഞാൽ പിന്നെ വേദന മാറും, അപ്പൊ ധാരാളമായി ഖുർആൻ ഓതാൻ കഴിയും. ഈ ചിന്തയിൽ മഹാനവറുകളതാ അതിനൊരുങ്ങുമ്പോ ഓപ്പറേഷനുള്ള ഡേറ്റുകളൊക്കെ നിശ്ചയിച്ചിട്ട് തിയേറ്ററിലേക്ക് കൊണ്ടുപോയപ്പോൾ ഡോക്ടർമാരതാ ഒരു പച്ച മരുന്ന് ഗ്ലാസ്സിലാക്കി കൊടുത്തു. മഹാനവറുകൾ ചോദിച്ചു എന്തിനാണിത്? അപ്പൊ പറഞ്ഞു ഉസ്താദേ, കാല് മുറിച്ചു മാറ്റുക എന്നത് മേജർ ഓപ്പറേഷനാണ്. അതുകൊണ്ട് നിങ്ങൾ അനസ്തേഷ്യക്ക് വിധേയമാക്കാതെ കാല് മുറിക്കാൻ കഴിയില്ല. അതുകൊണ്ട് നിങ്ങളെ ബോധം കെടുത്താനുള്ള മരുന്നാണ്. മഹാനവറുകളങ്ങ് കരഞ്ഞുപോയി. അവിടുന്ന് അല്ലാഹുവിനോട് ഒരൊറ്റ ദുആ, അല്ലാഹ്, ഞാൻ ഇത്രകാലം നിന്നോട് ദുആ ചെയ്തത് റബ്ബേ, നിന്നെ ഓർമ്മയില്ലാത്ത ഒരു സെക്കൻഡ് എന്റെ ജീവിതത്തിൽ നീ വരുത്തല്ലേ അല്ലാഹ്. പിന്നെയാണോ ഞാൻ മരുന്ന് കഴിച്ച് ബോധം കെടുത്തുന്നത്? വൈദ്യന്മാരോട് പറഞ്ഞു യാ അഹ്ലൽ അത്തിബ്ബാ ലാ തംനഉനി, നിങ്ങൾ എന്നെ തടയരുത്, നിങ്ങളതാ മരുന്ന് കൊണ്ടുപോയിക്കോ, കാല് നിങ്ങൾ മുറിച്ചു മാറ്റിക്കോ, പ്രശ്നമില്ല. വൈദ്യന്മാർ പറഞ്ഞു ഞങ്ങൾക്ക് അതിന് ഓപ്ഷനില്ല. ആ സമയം മഹാനവറുകൾ പറയാൻ എന്നാൽ ഒരു പണിയുണ്ട്, നല്ല ഈണത്തിൽ ഖുർആൻ ഓതുന്ന ആളെ എന്റെ മുന്നിലേക്ക് നിങ്ങൾ കൊണ്ടുവരിക. അങ്ങനെ ഈണത്തിൽ ഖുർആൻ ഓതുന്ന ആളെ കൊണ്ടുവന്നിട്ട് എന്റെ തലഭാഗത്തിൽ അയാളെ ഇരുത്തിയിട്ട് ഫാത്തിഹ മുതൽ അയാളോട് ഓതാൻ പറയണം. വിശുദ്ധ ഖുർആൻ കേട്ടിട്ട് എന്റെ ഹൃദയം പെടക്കും. എന്റെ ഹൃദയത്തിൽ വിശുദ്ധ ഖുർആൻ തുടികൊള്ളുമ്പോ എന്റെ ശരീരം ചുവന്നു തുടുത്തു പോകും. വീണ്ടും അയാൾ ഖുർആൻ ഓതുമ്പോൾ എന്റെ ശരീരം മഞ്ഞ നിറത്തിലാവും. വീണ്ടും ഓതുമ്പോ എന്റെ ശരീരം വെളുത്തു വരും. ആ സമയം നിങ്ങൾ എന്റെ കാല് മുറിച്ചോ, ഞാൻ ആ സമയത്ത് വേദന അറിയില്ല. ശിഷ്യന്മാര് പരതി നടന്നു. നല്ല ഈണത്തിൽ ഖുർആൻ ഓതുന്ന ഹഫീളുകൾ അന്വേഷിച്ചു. മഹാനരായ ഉസ്താദിന്റെ മുന്നിൽ ഈ ഖുർആൻ അങ്ങനെ ഓതുമ്പോൾ ഉസ്താദ് പറഞ്ഞതുപോലെ മഹാനവറുകളുടെ ശരീരം അതാ വിവർണമാവുകയാണ്. അതേ വ്യത്യസ്ത നിറങ്ങളിലായതിനു ശേഷം വൈദ്യന്മാരിൽ പെട്ട ഒരാൾ ഒരു സൂചിയെടുത്തിട്ട് മഹാനവറുകളുടെ
മഹാനവറുകളെ കാലിൽ അമർത്തി വെച്ച് നോക്കുമ്പോൾ ആ കാലിന് കോട്ടമില്ല, ആ കാലിൽ വേദന അറിയുന്നില്ല. അവര് പറഞ്ഞു, ഉസ്താദ് പറഞ്ഞ സമയമെത്തിയിട്ടുണ്ട്. മഹാനവറുകളുടെ കാലിന്റെ തൊടഭാഗം മുതൽ മുറിച്ചു മാറ്റിയിട്ട് മരുന്ന് വെച്ചു കെട്ടി. ഓപ്പറേഷൻ പൂർണ്ണമായതിനു ശേഷം ഓതുന്ന മുത്തഅല്ലിമിനോട് ഹഫിദിനോട് ഓത്തു നിർത്താൻ പറഞ്ഞപ്പോൾ മഹാനവറുകളുടെ സ്വബോധം തിരിച്ചു വരികയാണ്. എല്ലാം റെഡിയായപ്പോ മഹാനവറുകൾ പറയാണ്, അല്ലയോ വൈദ്യന്മാരെ, ഇത്ര മണിക്കൂർ ഞാൻ നിങ്ങളവിടെ വെച്ചു എനിക്ക് ശരീരത്തെ നിങ്ങളെ മുന്നിൽ ഞാൻ വെച്ചു തന്നത് നിങ്ങൾ നേരാവണ്ണം ആ ശരീരത്തെ സുഖപ്പെടുത്താനാണ്, ഓപ്പറേഷൻ ചെയ്യാനാണ്. ഇത്ര സമയമെത്തിയിട്ടും നിങ്ങൾ അത് ചെയ്തില്ലല്ലോ. വൈദ്യന്മാർ അത്ഭുതത്തോടെ പറഞ്ഞു, ഉസ്താദേ, ഞങ്ങൾ എപ്പോഴോ ആ കർമ്മം ചെയ്തിട്ടുണ്ട്. കാലിന്റെ ഭാഗം ഞങ്ങൾ മുറിച്ചെടുത്തിട്ടുണ്ട്. മഹാനവറുകൾ അതാ കരഞ്ഞുകൊണ്ട് മുറിക്കപ്പെട്ട കാൽഭാഗത്തിന്റെ ഭാഗം തടവിയിട്ട് അവിടുന്ന് പറഞ്ഞു, യാ അല്ലാഹ്, എന്റെ കാല് മുറിഞ്ഞു പോയല്ലോ അല്ലാഹ്. യാ അഹ്ലൽ അതിബ്ബാ, ആ കാലൊന്ന് എന്റെ ശരീരത്തിൽ വെച്ചു തരാമോ? വൈദ്യന്മാരാ കാല് മഹാനവറുകളെ കയ്യിൽ വെച്ചു കൊടുക്കുന്നു. എന്നിട്ട് ആ കാല് ശരീരത്തോട് ചേർത്തു പിടിച്ചിട്ട് മഹാനവറുകൾ പറയുന്നു, കാലേ, ഇത്രകാലം എന്റെ ശരീരത്തിൽ എന്റെ കൂടെ ഉണ്ടായിരുന്നു. നിന്നെ കൊണ്ടാണ് പല ദൂരങ്ങളും ഞാൻ നടന്നത്. നിന്നെ കൊണ്ടാണ് പല നടത്തവും എനിക്ക് എളുപ്പമായത്. എന്റെ ബോഡി ഖബറിലെത്തും മുമ്പ് നീ ഖബറിൽ പോവുകയാണല്ലോ. അതുകൊണ്ടതേ എന്റെ കാലേ, നീ ഖബറിൽ ചെന്നിട്ട് ഞാൻ ഖബറിലെത്തുന്നതിന്റെ മുന്നേ അല്ലാഹുവിനോട് എന്നെ കുറിച്ച് ഒറ്റ കൊടുക്കരുതേ കാലേ. ഞാൻ ചെയ്ത ഹറാമുകൾ റബ്ബിനോട് ഏറ്റു പറഞ്ഞിട്ട് എന്നെ റബ്ബിന്റെ അടുത്ത് വിലയില്ലാതാക്കരുത് കാലേ. ഞാൻ വിശുദ്ധമായ ഖുർആൻ ഓതുമ്പോ ആ ഖുർആനിന്റെ വചനങ്ങൾ കേട്ടത് പറഞ്ഞ് ആ ഖുർആനിനോടെന്ന് എനിക്ക് ശുപാർശക്കിരിക്കാൻ പറയൂ കാലേ. എന്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനുമായി ബന്ധിക്കുന്ന സ്വഭാവം, ആ ഖുർആനുമായി ബന്ധിക്കുന്ന അവസരം നമ്മൾ ഉണ്ടാക്കണം. മഹാനരായ ഇമാം ഖുർത്തുബി റഹിമത്തുള്ളാഹി അലൈഹി അവിടുന്ന് പറയാണ്, യമനിൽ അതാ ഒരു വലിയ മനുഷ്യൻ മരിക്കുകയാണ്. ആ മരിക്കുന്ന സമയം ആ മനുഷ്യനതാ എല്ലാ ദിവസവും മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞ് അവിടെ തന്നെ മഹാനിരിക്കുകയാണ്. എന്നിട്ടതാ സൂറത്തുൽ യാസീൻ ഓതും, സൂറത്തുൽ മുൽക്ക് ഓതും, സൂറത്തുൽ ഹശ്ർ ഓതും, വാഖിഉർ റഹ്മാൻ ഓതാതെ ആ മനുഷ്യൻ എണീറ്റു പോവാറില്ല. അവിടുന്ന് പറയാണ്, അല്ലാമ ബറൂസവി റളിയല്ലാഹു അൻഹു ഇത് വിശദീകരിക്കുന്നുണ്ട്. ഈ മനുഷ്യൻ ഈ 5 സൂറത്ത് ഓതാതെ എണീറ്റു പോവാറില്ല. അങ്ങനെയാണ് ആ മനുഷ്യൻ മരിക്കുന്നത്. മരണപ്പെട്ടപ്പോ അതാ അയാളുടെ ഖബറടക്കം ളുഹറിന്റെ മുന്നേ നിർവഹിക്കുകയാണ്. ആ മരണത്തിന്റെ ഖബറടക്കം
നിർവഹിച്ചു കഴിഞ്ഞപ്പോ അന്ന് മഗ്‌രിബിന്റെ ശേഷം തന്റെ കൂട്ടുകാർ ജനാസ സംസ്കരണത്തിൽ പങ്കെടുക്കാൻ കഴിയാത്തവർ മഗ്‌രിബിന്റെ സമയം അയാളുടെ ഖബറിലെത്തിയപ്പോൾ ആ ഖബറിൽ നിന്ന് ആയുധങ്ങളുടെ ശബ്ദമാണ്. ആയുധങ്ങൾ കൂട്ടിയിടിക്കുന്ന ശബ്ദമുണ്ട്. കൂട്ടുകാര് സ്വാലിഹീങ്ങളാണ്. അവര് വിചാരിച്ചു ഞങ്ങൾക്ക് ഖബർ മാറിയതാണ്. കാരണം ഞങ്ങളെ കൂട്ടുകാരന് അതേ സൂറത്തുൽ മുൽക്ക് അടങ്ങുന്ന 5 സൂറത്ത് നിത്യമോതുന്നവരാണ്. സൂറത്തുൽ മുൽക്ക് ഓതിയാൽ തന്നെ ഖബറിലെ ശിക്ഷ ഉണ്ടാകില്ല എന്ന് മുത്തുനബി പഠിപ്പിച്ചതാണ്. പിന്നെ ഈ മനുഷ്യൻ എങ്ങനെ ഖബറിൽ നിന്നുള്ളിൽ നിന്ന് അവിടുന്ന് ശബ്ദമുണ്ടാവാനാണ്? ആ സമയം സുബ്ഹാനല്ലാഹ് ഈ കൂട്ടുകാർ അവിടുന്ന് മടങ്ങിച്ചെന്നു. ഞങ്ങൾക്ക് ഖബർ മാറിയതാണ്. തിരിച്ചു പള്ളിയിൽ ചെന്നപ്പോ ചോദിച്ചു എന്തു പറ്റിയതാണ്? ആ സമയം പറഞ്ഞു, ഇതേ ആളുകൾ എല്ലാവരും പറഞ്ഞു ഇന്ന് ഞങ്ങളെ നാട്ടിൽ നിന്ന് ആ മനുഷ്യനെ മരിച്ചിട്ടുള്ളൂ, വേറെ ഒരാളും മരണപ്പെട്ടിട്ടില്ല. ആ സമയം സ്വാലിഹീങ്ങളായ കൂട്ടുകാര് ബേജാറായി, റബ്ബേ ഞങ്ങളെ കൂട്ടുകാരന്റെ ഖബറിൽ നിന്നാണല്ലോ ഈ ശബ്ദം വരുന്നത്. അല്ലാഹ് അവരെല്ലാവരും വിശുദ്ധ ഖുർആൻ എടുത്തുകൊണ്ട് വന്നോതാൻ തുടങ്ങി. ഓത്തിന്റെ കരം കൂടുന്നതിനനുസരിച്ച് ഖബറിനുള്ളിൽ നിന്ന് ആയുധങ്ങളെ ശബ്ദം കേൾക്കുകയാണ്. ഖബറിന്റെ ആദ്യത്തെ രാത്രി തന്നെ വലിയ ശബ്ദമാണ്. അവസാനം സുബഹിയോടടുത്ത സമയമെത്തി. ഖബറിന്റെ അപ്പുറത്ത് നിന്നൊരു ദ്വാരം പ്രത്യക്ഷമായിട്ട് കറുത്ത നിറത്തിലുള്ള നായ പുറത്തു ചാടുകയാണ്. കറുത്ത നിറത്തിലുള്ള ഒരു നായ പുറത്തു ചാടി. ആ സമയം കൂട്ടുകാര് ചോദിക്കുന്നു, അല്ലയോ ജീവി, ഈ കിട്ടിയ അടി മുഴുവനും നിനക്കാണോ അതല്ല മയ്യിത്തിനാണോ? അപ്പോ ആ ജീവി പറഞ്ഞു, അതേ, അടി കിട്ടിയത് മുഴുവനും എനിക്കാണ്. അപ്പൊ സ്വാലിഹീങ്ങൾ ചോദിക്കുകയാണ്, നീ ആരാണ്? ആ സമയം ആ ജീവി തിരിഞ്ഞു നിന്നിട്ട് പറയാണ്, അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചിട്ടില്ലേ, ഒരാൾ മരിച്ചാൽ അയാളുടെ നന്മ അല്ലാഹു ഒരുമിച്ച് കൂട്ടും, മറുഭാഗത്തു തിന്മയും അല്ലാഹു ഒരുമിച്ച് കൂട്ടും. അങ്ങനെ അതാ നന്മയോട് അല്ലാഹു നല്ല രൂപമാവാൻ പറയും, തിന്മയോട് ചീത്ത രൂപമാവാനും അല്ലാഹു പറയുമ്പോൾ ആ മനുഷ്യന്റെ തിന്മയാണ് ഞാൻ. ഈ മനുഷ്യൻ ജീവിതകാലത്ത് അല്പം തിന്മകൾ മാത്രം ചെയ്തതുകൊണ്ട് ആ തിന്മകൾ ചെറുദോഷമാവാനേ അയാളെ തിന്മയുള്ളൂ. അതുകൊണ്ടൊരു നായ ആവാനേ അയാളെ തിന്മുള്ളൂ. അപ്പൊ ചോദിച്ചു, നീ എങ്ങനെ ഖബറിനുള്ളിൽ വിട്ടു? അപ്പൊ പറഞ്ഞു, ആ മനുഷ്യന്റെ ജനാസ ഖബറിൽ വെക്കുന്നതിന്റെ മുന്നേ അല്ലാഹു ആ ഖബറിൽ കിടക്കാൻ എനിക്ക് അവസരം തന്നു. ആ മനുഷ്യന്റെ കൂടെ ഞാനും കിടന്നു. ആ കിടക്കുന്ന സമയത്ത് അല്പമൊക്കെ ഞാനും ആ മനുഷ്യനും സന്തോഷം പങ്കിട്ട് ഞങ്ങള് കൂട്ടുകാരെ പോലെ കഴിഞ്ഞു. പിന്നെ ഞാൻ എന്റെ സ്വഭാവം കാണിക്കാൻ തുടങ്ങി. ഞാനതാ ആ മയ്യത്തിന്റെ തലഭാഗത്തു ചെന്നിട്ട് ആ കഫൻ പുടവ ഞാനൊന്ന് മാന്തിയെടുത്തിട്ട് ആ മയ്യത്തിന്റെ തലഭാഗം കടിച്ചു പൊളിക്കാൻ ചെന്നപ്പോ ആ മയ്യത്ത് നിത്യമായി ഓതിയ യാസീൻ എവിടെയുണ്ട്? ആ യാസീൻ എന്നെ അടിക്കാൻ തുടങ്ങി. ഇടഭാഗത്തു ചെന്നപ്പോ റഹ്മാനുണ്ട്. ആ സൂറത്തുർ റഹ്മാൻ എന്നെ അടിക്കാൻ തുടങ്ങി.
വലഭാഗത്തു ചെന്നപ്പോ വാഖിഅയുണ്ട്. ആ സൂറത്തുൽ വാഖിഅയും എന്നെ അടിക്കാൻ തുടങ്ങി. ഞാൻ ആ മനുഷ്യന്റെ ശരീരത്തിലേക്ക് ചാടിക്കടിക്കാൻ നിന്നപ്പോൾ ആ മനുഷ്യൻ നിത്യമായി ഓതുന്ന സൂറത്തുൽ ഹശ്റുണ്ട്. ആ 4 സൂറത്തുകളും കൂടെ എന്നെ അടിക്കാൻ തുടങ്ങിയപ്പോ ആ അടിയുടെ ശക്തി കൊണ്ട് ഞാൻ അങ്ങ് ഖബറിൽ തുള്ളിച്ചാടിയപ്പോ എന്റെ ചാട്ടത്തിന്റെ ശക്തി കൊണ്ട് ആ മനുഷ്യന്റെ ഖബറിന്റെ മൂടുപലക പൊട്ടിയിട്ട് ഞാൻ അങ്ങ് പുറത്തു വന്നതാണ്. അൽഹംദുലില്ലാഹ്, അതേ അടി മുഴുവനും കിട്ടിയത് എനിക്കാണ്, അതല്ലാതെ മയ്യിത്തിനല്ല. സിയാറത്തിന് വന്ന സ്വാലിഹീങ്ങൾ കരഞ്ഞു, അല്ലാഹ് നാളെ ഞങ്ങളും ഇതുപോലെ മരിക്കുന്ന സമയത്ത് ഞങ്ങളെ ദോഷങ്ങളെ വന്യജീവിയുടെ രൂപത്തിലാക്കുമ്പോ എന്തുമാത്രം ഭയാനകമാണ് അല്ലാഹ്. ആ സമയത്ത് ഞങ്ങളെ രക്ഷിക്കാൻ ഇതുപോലത്തെ യാസീൻ ഇല്ലല്ലോ, നിത്യമായി ഓതിയ റഹ്മാൻ ഇല്ലല്ലോ, നിത്യമായി ഓതിയ വാഖിഅ ഇല്ലല്ലോ എന്നാലോചിച്ചുകൊണ്ട് സിയാറത്തിന് വന്നവർ കരഞ്ഞെങ്കിൽ എന്റെ ഈമാനുള്ള ഉമ്മമാരെ, നാളെ നമ്മളും മരിക്കുമ്പോ നമ്മൾ ചെയ്തു കൂട്ടിയ ദോഷത്തോട് അല്ലാഹു വന്യജീവിയുടെ രൂപമാവാൻ പറയുമ്പോ എത്ര കാഠിന്യമുള്ള വന്യജീവിയാവും. ആ സമയത്ത് നമ്മളെ രക്ഷിക്കുന്നതിന് വേണ്ടി ഇതുപോലെ നിത്യമായി ഓതിയ യാസീന്റെ കണക്ക് നമുക്ക് പറയാനുണ്ടോ? വാഖിഅയുടെ കണക്ക് പറയാനുണ്ടോ? സൂറത്തുർ റഹ്മാനിന്റെയും മുൽക്കിന്റെയും കണക്ക് നമുക്ക് പറയാനുണ്ടോ? അതുകൊണ്ട് ഇശാ മഗ്‌രിബിനിടയിലെങ്കിലും വിശുദ്ധ ഖുർആൻ ഒന്ന് കയ്യിൽ പിടിച്ചിട്ട് എന്റെ ഉപ്പമാരെ നിസ്കാരം കഴിഞ്ഞെവിടേക്കും പോവാതെ ഇശാ വാങ്ക് കൊടുക്കുവോളം അവിടെ തന്നെ ഇരുന്ന് വിശുദ്ധ ഖുർആൻ കയ്യിലൊന്ന് പിടിച്ചിട്ട് നിത്യമായി സൂറത്തുൽ മുൽക്ക് ഓതുന്നവരാവണം, യാസീൻ ഓതുന്നവരാവണം, വാഖിഅയും റഹ്മാനും ഓതുന്നവരാവണം, സൂറത്തുൽ ഹശ്റും നമ്മൾ ഓതണം. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. അങ്ങനെ ഖുർആനുമായി ബന്ധിക്കുന്ന ഖൽബ് വേണം.